ഹായ് മക്കളെ, നമ്മുടെ കിങ്സ് 11 ബാച്ചിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ അഥവാ GAV3 പരീക്ഷ നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടാവും അറിയാം. അതിൻ്റെ കെമിസ്ട്രി ചോദ്യങ്ങളുടെ ഡിസ്കഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ GAV3 ഡിസ്കഷനിലേക്ക്, നീറ്റ് ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കൾ, നമ്മൾ നേരെ ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ്. സെക്ഷൻ എയിലെ 35 ചോദ്യങ്ങളും വളരെ സിമ്പിളായ ചോദ്യങ്ങളായിരുന്നു. നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു. നമ്മൾ ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ്. സി ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഇസ് ഇല്ലുസ്ട്രേറ്റഡ് ബൈ ദ പെയർ ഓഫ് കോമ്പൗണ്ട്സ് എന്നായിരുന്നു ചോദ്യം അല്ലെ. ആൻസർ എന്താ വരിക? ആൻസർ വരിക സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡുമാണ്. എന്തുകൊണ്ട് നമ്മൾ ആ ആൻസറിലേക്ക് പോയിട്ടുണ്ടാവും എല്ലാവരും? കാരണം എന്ന് പറയുന്നത് മക്കളെ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്താ പറയുന്നേ? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത് രണ്ട് എലമെന്റുകൾ ഫോം ചെയ്യുന്ന ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകളിലാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ നമുക്ക് അപ്ലിക്കബിൾ ആവുക. അപ്പൊ സൾഫറും ഓക്സിജനും ചേർന്നുണ്ടാകുന്ന രണ്ട് കോമ്പൗണ്ടുകൾ, അപ്പൊ ഇതിൽ എന്തായാലും ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ അപ്ലിക്കബിൾ ആവും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കൂ. സോഡിയം ക്ലോറൈഡും സോഡിയം ബ്രോമൈഡും. അപ്പൊ ഇവിടെ ക്ലോറിനും ഇവിടെ ബ്രോമിനും ആണ് പറ്റൂല. മക്കളെ, വെള്ളം ഹെവി വാട്ടർ ഒരെണ്ണത്തിൽ രണ്ടിലും ഹൈഡ്രജൻ തന്നെയാണ്, അത് പറ്റില്ല. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും മെഗ്നീഷ്യം ഓക്സൈഡും, ഒന്നിലെ ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പ് ഒന്നിൽ ഓക്സൈഡുമാണ്, പറ്റില്ല. ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ മക്കളെ, നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് is not the correct according to Planck's quantum theory എന്നാണ് ചോദ്യം. ആൾറെഡി ആൻസർ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക് എന്താണ് ആൻസർ എന്നുള്ളത് നോക്കണേ. സി, എനർജി is emitted or absorbed discontinuously. അത് ക്വാണ്ടം തിയറി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെ. ചോദ്യം തന്നിരിക്കുന്നതിലെ ക്വാണ്ടം തിയറിയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതെന്നുള്ളതായിരുന്നു. അത് ശരിയാണ്. എനർജി ഓഫ് എ ക്വാണ്ടം is directly proportional to its frequency. ശരിയല്ലേ? is proportional to nu. ശരിയാണ്. A photon is also എ ക്വാണ്ടം ഓഫ് ലൈറ്റ്. ഒരു ഫോട്ടോനെ നമ്മൾ ഒരു ക്വാണ്ടം ഓഫ് ലൈറ്റ് എന്ന് വിളിക്കാറുണ്ട്, അതും ശരിയാണ്. അപ്പൊ തെറ്റിപ്പോയത് എന്തായാലും ഓപ്ഷൻ 4 ആണെന്ന് മനസ്സിലായി. എന്താ സംഗതി? എനർജി ലെസ് ദാൻ എ ക്വാണ്ടം ക്യാൻ ആൾസോ ബി എമിറ്റഡ് ഓർ അബ്സോർബ്ഡ്. തെറ്റല്ലടാ മക്കളെ. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? കാരണം പ്ലാങ്കിന്റെ ക്വാണ്ടം തിയറിയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരു ക്വാണ്ടം ഓഫ് എനർജിയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയി അല്ലെങ്കിൽ ഹോൾ നമ്പർ മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമേ എനർജി അബ്സോർബ് ചെയ്യുകയും എനർജി എമിറ്റ് ചെയ്യുകയും ചെയ്യുള്ളൂ. അപ്പൊ ഒരു ക്വാണ്ടത്തിൽ എത്ര എനർജി ഉണ്ടോ അതിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടേ പറ്റുള്ളൂ. അതിനേക്കാൾ കുറവ് എനർജി അബ്സോർബ് ചെയ്യാനോ എമിറ്റ് ചെയ്യാനോ സാധ്യമല്ല. സോ ഓപ്ഷൻ 4 റോങ് ആണ്. therefore ഓപ്ഷൻ 4 ഈസ് ദി റൈറ്റ് ആൻസർ. മക്കളെ, അടുത്ത ചോദ്യം, മൂന്നാമത്തെ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾ ഇസ് കറക്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദിയർ ഡൈപോൾ മൊമെന്റ്? അപ്പൊ മക്കളെ, തന്നിരിക്കുന്ന 3 പേരെ നിങ്ങളൊന്ന് നോക്കണേ. BF3 ഉണ്ട്, NF3 ഉണ്ട്, NH3 ഉണ്ട്. ഈ 3 പേരിൽ BF3 എന്ന് പറയുന്നവന്റെ ഡൈപോൾ മൊമെന്റ് 0 ആണ് എന്ന് നിങ്ങൾക്കറിയാം. കാരണം BF3ക്ക് ചുറ്റും 3 ബോണ്ട് പെയറുകൾ മാത്രമേ ഉള്ളൂ, ലോൺ പെയർ ഇല്ല. ആ 3 ബോണ്ട് പെയറും ഫ്ലൂറിനുമായിട്ടാണ്. സോ μ = 0 ആണ്. പക്ഷെ ബാക്കി 2 പേരുടെയും μ 0 അല്ല അല്ലെ. ആ 2 പേരുടെയും ഡൈപോൾ മൊമെന്റുകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ NH3ക്കാണ് NF3യേക്കാൾ ഡൈപോൾ മൊമെന്റ് എന്ന് ക്ലാസ്സിൽ കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഒക്കെ വരച്ചിട്ട് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് അല്ലേ? നൈട്രജൻ നൈട്രജൻ 3 Fകൾ റെഡി, ലോൺ പെയർ 3 Hകൾ. ഓക്കെ, ലോൺ പെയർ. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോടാ മക്കളെ? എന്താ പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, NF ബോണ്ടിന്റെ ഡൈപോൾ മൊമെന്റ് വരുന്നത് നൈട്രജൻ എന്ന് ഫ്ലൂറിനിലേക്കാണ്. ഓർക്കുന്നുണ്ടാവും നിങ്ങൾ അല്ലെ? നൈട്രജൻ എന്ന് ഫ്ലൂറിനിലേക്കാണ്. അപ്പൊ ഈ 3ന്റെയും റിസൾട്ടന്റ് എന്ന് പറയുന്നത് താഴേക്കായിരിക്കും. പക്ഷെ മക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കാണിച്ചിരിക്കുന്ന ലോൺ പെയറിന്റെ ഡൈപോൾ മൊമെന്റോ മുകളിലേക്കാണ്. അപ്പൊ ഇത് രണ്ടും ഓർബിറ്റൽ ഡൈപോൾ മൊമെന്റ് അല്ലെങ്കിൽ ലോൺ പെയറിന്റെ ഡൈപോൾ മൊമെന്റും ബോണ്ട് മൊമെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ ക്യാൻസലേഷൻ ഉണ്ടാകും. അപ്പൊ നെറ്റ് ഡൈപോൾ മൊമെന്റ് ചെറുതായിരിക്കും. പഠിച്ചാണ്. പക്ഷെ NH3 അങ്ങനെയല്ല. NH3 എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മക്കളെ? NH3 എന്ന് പറയുന്നതിൽ NH ബോണ്ടിന്റെ ഡൈപോൾ മൊമെന്റ് H ന്ന് N-ലേക്കാണ്. ശരിയല്ലേ? H ന്ന് N-ലേക്കാണ്. അപ്പൊ ഈ 3ന്റെ റിസൾട്ടന്റ് മുകളിലേക്കാ വരിക. അതുപോലെ ലോൺ പെയർ അഥവാ ഓർബിറ്റൽ ഡൈപോൾ മുകളിലേക്കാ വരിക. 2 ഡൈപോളും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് അഡീഷനാ നടക്കുക. അപ്പൊ നെറ്റ് ഡൈപോൾ മൊമെന്റ് വളരെ ലാർജ് ആയിരിക്കും. അപ്പൊ NH3ക്ക് NF3യേക്കാൾ കൂടുതലാകും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഫോർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. ഇനി ഇതൊന്നും അറിയണ്ട. BF3ക്ക് 0 ആണ് എന്നറിയാവുന്ന ഒരു കുട്ടി പറയും, സർ BF3ക്ക് ഏറ്റവും ലോവസ്റ്റ് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ 4. ഇനഫ്. മക്കളെ, അടുത്ത ചോദ്യം നോക്കൂ. ഹീറ്റ് എക്സ്ചേഞ്ച് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ കോൺസ്റ്റന്റ് പ്രഷർ ഇസ് കോൾഡ്. കോൺസ്റ്റന്റ് പ്രഷറിൽ അബ്സോർബ് ചെയ്യുന്ന എമിറ്റ് ചെയ്യുന്ന ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് ദ റിയാക്ഷൻ. കോൺസ്റ്റന്റ് പ്രഷറിന് പകരം കോൺസ്റ്റന്റ് വോളിയം ആയിരുന്നുവെങ്കിൽ ഇന്റേണൽ എനർജി ആയതിനെ ΔU അല്ലെങ്കിൽ U. ക്ലിയർ ആണല്ലോ അല്ലെ? അടുത്ത ചോദ്യം.
എ പ്ലസ് 3b gives 4c എന്ന് പറയുന്ന റിവേഴ്സിബിൾ റിയാക്ഷനിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എ ഈക്വൽ ടു ദാറ്റ് ഓഫ് ബി ആണ്. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് എ ആൻഡ് സി ആർ ഈക്വൽ ആണെങ്കിൽ കെ സി എത്രയാ? നമുക്ക് ആ റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കാം അല്ലെ. ഓക്കെ, നോക്കൂ മക്കളെ. സി എന്താ പറയുന്നേ? എ പ്ലസ് 3b റിവേഴ്സിബിളി ഗിവ്സ് 4c. റെഡി അല്ലേ? ഇനി എന്താ പറയുന്നേ? ഇനീഷ്യൽ കണ്ടീഷൻ നമ്മൾ എടുക്കുമ്പോൾ എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻസ് സെയിം ആണ്. അപ്പൊ എയുടെ കോൺസെൻട്രേഷനെ എ എന്നും ബിയുടെ കോൺസെൻട്രേഷനെ അപ്പൊ എന്തായിട്ടാ മാറുക? എ എന്നും നമ്മൾ എടുക്കേണ്ടി വരും. അതായത് എയുടെ കോൺസെൻട്രേഷൻ എത്രയാണോ അത് തന്നെയാണ് ബിയുടെ കോൺസെൻട്രേഷൻ. ഇപ്പൊ രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ എ ആണെന്ന് മനസ്സിലായി. ഇനി ഇക്വിലിബ്രിയം എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നടാ? ഇക്വിലിബ്രിയം എത്തുന്ന സമയത്ത് നോക്കൂ, അറ്റ് ഇക്വിലിബ്രിയം എയുടെ കോൺസെൻട്രേഷനും സിയുടെ കോൺസെൻട്രേഷനും ഈക്വൽ ആണ്. അപ്പൊ സപ്പോസ് ഇക്വിലിബ്രിയത്തിൽ എയുടെ കോൺസെൻട്രേഷൻ എ മൈനസ് എക്സ് ആയി മാറി എന്ന് വിചാരിക്കും. റെഡി? അപ്പോ സിയുടെ കോൺസെൻട്രേഷൻ എന്ത് തന്നെയായിരിക്കും മക്കളെ? സിയുടെ കോൺസെൻട്രേഷൻ എന്ത് തന്നെയായിരിക്കും? സപ്പോസ് സി നിങ്ങൾ നോക്കണേ, എയുടെ കോൺസെൻട്രേഷൻ എ മൈനസ് എക്സ് ആയി കുറഞ്ഞെങ്കിൽ ബിയുടെ കോൺസെൻട്രേഷൻ എ മൈനസ് 3x ആയി കുറയണ്ടേ? കാരണം 1 മോൾ എക്ക് 3 മോൾ ബി റിയാക്ട് ചെയ്യണമല്ലോ. അപ്പൊ എയുടെ കോൺസെൻട്രേഷൻ എക്സ് ആണ് കുറയുന്നെങ്കിൽ ബിയുടെ കോൺസെൻട്രേഷൻ അതിന്റെ 3 ഇരട്ടി കുറയണം, 3x ആയി കുറയണം. റെഡി ആണല്ലോ അല്ലെ മക്കളെ? 1 മോൾ എയിൽ നിന്ന് 4 മോൾ സി നിങ്ങൾക്ക് കിട്ടൂലേ? അപ്പൊ എക്സ് മോൾ എ അല്ലേ റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതിൽ നിന്ന് 4x മോൾ സി നിങ്ങൾക്ക് കിട്ടണമല്ലോ. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന എല്ലാവരുടെയും ഇനീഷ്യൽ കോൺസെൻട്രേഷനും ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശരിയല്ലേ? ഇനി ചോദ്യത്തിൽ തന്നിരിക്കുന്ന വളരെ ഗംഭീരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താ? ഗിവൺ. എന്താ മക്കളെ തന്നിരിക്കുന്നേ? നിങ്ങൾ ആ രണ്ടാമത്തെ കാര്യം നോക്കൂ. അതായത് ഇക്വിലിബ്രിയത്തിൽ എയുടെയും സിയുടെയും കോൺസെൻട്രേഷനുകൾ ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ മക്കളെ എ മൈനസ് എക്സ് എന്ന് പറയുന്നത് 4x തന്നെയാണ്. എയുടെ കോൺസെൻട്രേഷൻ എ മൈനസ് എക്സ് അല്ലേ, സിയുടെ കോൺസെൻട്രേഷൻ 4x അല്ലേ? രണ്ടും സെയിം ആണെന്നല്ലേ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എ മൈനസ് എക്സ് ഉള്ളിടത്തെല്ലാം 4x എടുക്കാം. ഇനി മക്കളെ, ബേസ്ഡ് ഓൺ ദിസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി ഈസ് ഈക്വൽ ടു, എങ്ങനെ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുക? മോളാർ കോൺസെൻട്രേഷൻ ഓഫ്, ശ്രദ്ധിക്കണേ, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് C raised to 4 ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് B raised to 3. കറക്റ്റ് അല്ലേടാ? ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. സിയുടെ കോൺസെൻട്രേഷൻ എത്രയാ? 4x. അപ്പൊ മക്കളെ 4x raised to 4 ഡിവൈഡഡ് ബൈ എയുടെ കോൺസെൻട്രേഷൻ എത്രയാ? A മൈനസ് എക്സ് ഇൻറ്റു ബിയുടെ കോൺസെൻട്രേഷൻ എത്രയാടാ? A മൈനസ് 3x ക്യൂബ്. A മൈനസ് 3x ഹോൾ ക്യൂബ്. റെഡി? ഇനി മക്കളെ നിങ്ങൾ ആലോചിക്കണേ, 4x raised to 4 അവിടെ ഉണ്ട് ഡിവൈഡഡ് ബൈ A മൈനസ് എക്സിന് പകരം എനിക്ക് 4x എന്ന് എടുത്തൂടെ? എടുക്കാം. A മൈനസ് എക്സിന് പകരം എനിക്ക് 4x എന്ന് എടുക്കാലോ? ഉറപ്പായിട്ടും എടുക്കാം. അതേക്കാൾ നല്ലൊരു കാര്യമുണ്ട്. അതായത് ഇപ്പൊ A മൈനസ് എക്സ് 4x ആണെങ്കിൽ അവിടെ എക്ക് പകരം എക്സിന്റെ ടേം ആക്കിയാ പോരെ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാ മക്കളെ, A മൈനസ് എക്സ് 4x ആണെങ്കിൽ A ഈക്വൽ ടു എന്തായിരിക്കും? 4x പ്ലസ് എക്സ് ആയിരിക്കും. ശരിയല്ലേ? A ഈക്വൽ ടു 4x പ്ലസ് എക്സ് ആയിരിക്കും. അപ്പൊ A ഈക്വൽ ടു 5x ആണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഇതിലും എക്ക് പകരം 5x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്ത് ആൻസറിലേക്ക് പോകാൻ പറ്റും. അപ്പൊ നിങ്ങൾ നോക്കിയടാ, എക്ക് പകരം 5x മൈനസ് എക്സ് ഇൻറ്റു എക്ക് പകരം 5x മൈനസ് 3x ഹോൾ ക്യൂബ്. ഒന്ന് സിംപ്ലിഫൈ ചെയ്താടാ മക്കളെ. 4 റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ എത്രയാ? 256 ആണ് ഇൻറ്റു എക്സ് റൈസ് ടു 4 ബൈ 5x മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 4x അല്ലേ? അതെ, ഇൻറ്റു 5x മൈനസ് 3x എന്ന് പറഞ്ഞാലോ 2xന്റെ ഹോൾ ക്യൂബ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 256 ഇൻറ്റു എക്സ് റൈസ് ടു 4 ബൈ 4x ഇൻറ്റു 2ന്റെ ക്യൂബ് എത്രയാ? 8 ഇൻറ്റു എക്സ് ക്യൂബ്. അതായത് 256 എക്സ് റൈസ് ടു 4 ബൈ 4 ഇൻറ്റു 8 എത്രയാടാ? 32 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് എത്രയാ? എക്സ് റൈസ് ടു 4. അപ്പൊ നമുക്കിപ്പോ ഉണ്ടായ ഗുണം എന്താ? എക്സ് റൈസ് ടു 4ഉം എക്സ് റൈസ് ടു 4ഉം ക്യാൻസൽ ആയി. മക്കളെ 256നെ 32 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് 8 എന്നല്ലേടെ ആൻസർ കിട്ടുക. അതെ, ഒരു ഇത്തിരി ലെങ്തി ആണെങ്കിലും സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആണ്. ഓക്കെ ആണോ? റെഡി ആണല്ലോ അല്ലെ? അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്ന 6ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് എന്നാണ് ചോദ്യം തന്നിരിക്കുന്നത്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാ? 1, അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് നൈട്രജൻ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. ശരിയല്ലേ? നൈട്രജന്റെ പൊട്ടൻഷ്യൽ ഓക്സിജനേക്കാൾ കൂടുതലാണ്, കാരണം നൈട്രജന് P3 കോൺഫിഗറേഷൻ ഉണ്ട്. ശരിയാണ്. ദ ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് ഫ്ലൂറിൻ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ.
മക്കളെ ഇലക്ട്രോൺ എഫിനിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. ശ്രദ്ധിക്കണേ, ഇലക്ട്രോൺ എഫിനിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ ഓർഡർ ഫ്ലൂറിനേക്കാൾ ഗ്രേറ്റർ ആണ് ക്ലോറിന്. അപ്പൊ ഇലക്ട്രോൺ എഫിനിറ്റി മാർക്ക് കൂടുതലാ, ക്ലോറിന് ഫ്ലൂറിനേക്കാൾ കൂടുതലാണ്. സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? ഫ്ലൂറിന് ക്ലോറിനേക്കാൾ കൂടുതലാണ്. ഓപ്ഷൻ 2 റോങ് ആണ്. ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ. കാരണം നമ്മളോട് ചോദിച്ചത് ഇൻകറക്റ്റ് ആണല്ലോ. അപ്പൊ ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ 3 നിങ്ങൾ നോക്കൂ മക്കളെ, ബെർലിയത്തിന് ബോറോണിനേക്കാൾ ഗ്രേറ്റർ ആണ്. ശരിയാണ് മക്കളെ, ബെർലിയത്തിന് ബോറോണിനേക്കാൾ ഗ്രേറ്റർ അല്ലേ. നമ്മുടെ ഗ്രാഫിൽ എക്സെപ്ഷൻ കാണിക്കുന്നത് ഓക്സിജനും നൈട്രജനും ബെർലിയും ബോറോണും ആണല്ലോ. ഓക്കെ മക്കളെ, ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഫ്ലൂറിൻ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ. പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ് ഫ്ലൂറിൻ. അപ്പൊ പിന്നെ പറയേണ്ട കാര്യമില്ല. ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ. 57, അതായത് 7ാമത്തെ ചോദ്യം. ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഓക്സിജൻ പ്രസന്റ് ഇൻ. മക്കളെ, എങ്ങനെ നമ്മൾ നമ്പർ ഓഫ് ആറ്റങ്ങളെ കാണുക? നമ്പർ ഓഫ് ആറ്റം കാണാൻ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി. ഐ റൈറ്റ് മൈ ഡിയേഴ്സ്? യെസ്. നമ്പർ ഓഫ് മോൾസ് എത്രയാ? തന്നിട്ടില്ല, പകരം ഗിവൺ മാസാ. അപ്പൊ നമ്പർ ഓഫ് മോൾസിന് പകരം ഗിവൺ മാസ് ബൈ സോഡിയം കാർബണിന്റെ മോളാർ മാസ് എത്രയാടാ? സോഡിയത്തിന്റെ മോളാർ മാസ് നമുക്കറിയാം 23 ആണ്. സോ മക്കളെ നോക്കണേ, 23 × 2 പ്ലസ് 12 × 1 അല്ലേ, ആൻഡ് 16 × 3 നിങ്ങൾ ചെയ്താൽ 106 എന്ന ആൻസർ കിട്ടും അല്ലേ. അപ്പൊ 10.6 by 106 നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പറിനെ തൽക്കാലം 6 × 10⁻23 നടത്തും. അറ്റോമിസിറ്റി, അതായത് സോഡിയം കാർബണേറ്റിന്റെ ഒരു മോളിക്യൂളിൽ എത്ര ആറ്റങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം. നമ്മളോട് ചോദിച്ച ഓക്സിജന്റെ കാര്യം മാത്രമല്ലേ. അപ്പൊ 3 ആണ് അറ്റോമിസിറ്റി. 3 ഓക്സിജനേ ഉള്ളൂ, 3. മക്കളെ, ദിസ് ഈസ് ഈക്വൽ ടു, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തടാ, 10.6ഉം 106ഉം ക്യാൻസൽ ആയാൽ 0.1 വരും അല്ലേ. ശരിയല്ലടാ മക്കളെ, താഴെ 10 വരും. റൈറ്റ്? അതെ. സോ നിങ്ങൾ ഇനി ആലോചിച്ച് നോക്കുക, 10ഉം 10⁻1ഉം 10⁻23 ക്യാൻസൽ ആയാൽ 10⁻22 മുകളിൽ ബാക്കി വരും. സോ മക്കളെ, 6 × 3 18 അല്ലേ. അപ്പൊ 18 × 10⁻23 അതില്ല. അപ്പൊ 1.8 × 10⁻23 ആൻസർ കിട്ടുന്നുണ്ടോ? ഉണ്ട് സർ, ഉണ്ട്. ഓപ്ഷൻ 3 ഈസ് റൈറ്റ് ആൻസർ. സിമ്പിൾ. അടുത്ത ചോദ്യം നോക്കുക. ഇലക്ട്രോണിക് എനർജി ഈസ് എ നെഗറ്റീവ് എനർജി ബിക്കോസ്. മക്കൾ, നിങ്ങൾ ബോർ മോഡൽ ഓഫ് ആറ്റം അനുസരിച്ച് ഇലക്ട്രോണിന്റെ എനർജി കാണാനുള്ള എല്ലാ ഇക്വേഷനുകളിലും നെഗറ്റീവ് ആണ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? -13.6 × n²/z, ഐ മീൻ z/n², -1312 × z/n². ഓർമ്മയുണ്ടല്ലോ അല്ലെ? സെറ്റാണല്ലോ അല്ലെ? ഓക്കെടാ മക്കളെ. അപ്പോൾ ഒരു ഇലക്ട്രോണിന്റെ എനർജി നെഗറ്റീവ് ആണ്. എന്താ റീസൺ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിൽ നിന്ന് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന ഒരു ഇലക്ട്രോണിന്റെ എനർജി 0 ആണ്. അതായത് ന്യൂക്ലിയസിന്റെ കരവലയത്തിൽ പെടാതിരിക്കുന്ന ഒരാറ്റത്തിന് പുറത്തിരിക്കുന്ന ഇലക്ട്രോണിന്റെ എനർജി എത്രയാ? എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻഫിനിറ്റി 0 ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ മക്കളെ, ഒരാറ്റത്തിന്റെ കരവലയത്തിലേക്ക് ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സിലേക്ക് കയറി വരുന്ന ഇലക്ട്രോണിന്റെ എനർജി അതിന് പുറത്തുള്ള എനർജിയേക്കാൾ കുറയണ്ടേ? അപ്പൊ 0-നേക്കാൾ കുറവ് എന്ന് പറയുമ്പോൾ മക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാറ്റത്തിന് ഉള്ളിലിരിക്കുന്ന ഇലക്ട്രോണിന്റെ എനർജി എത്രയായിരിക്കണം? മസ്റ്റ് ബി ലെസ് ദാൻ 0. ശരിയല്ലേ? 0-നേക്കാൾ ലെസ് എന്ന് പറയുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി നെഗറ്റീവ്. ഇനി നിങ്ങൾ ഓപ്ഷൻ നോക്കിയടാ, എനർജി 0 അറ്റ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ആൻഡ് decreases as the electron come closer to the nucleus. കറക്റ്റ് അല്ലേടാ മക്കളെ? ഓപ്ഷൻ 3 അല്ലേടാ മക്കളെ ആൻസർ കിട്ടിയ? അതെ മക്കളെ. അടുത്ത ചോദ്യം. In XeF2, XeF4, XeF6 the number of lone pair of xenon respectively. എത്ര ലോൺ പെയർ ഉണ്ടടാ മക്കളെ? ഈസി അല്ലേ നിങ്ങൾക്കത്? നിങ്ങൾക്ക് ചെയ്തു നോക്കുക പോലും വേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്ങനെ നമ്മൾ കാണുക? XeF2, XeF4, XeF6 റെഡി അല്ലേ? ആണ്. നിങ്ങൾ നോക്കി, 8 വാലൻസ് ഇലക്ട്രോൺ ആണ് സെനോണിന് ഉണ്ടാവുക. അപ്പൊ നമ്മൾ 8 എണ്ണത്തെ വരച്ചു. 8 വാലൻസ് ഇലക്ട്രോൺ ആണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ വരയ്ക്കണം കേട്ടോ. 8 വാലൻസ് ഇലക്ട്രോണിനെ വരച്ചു. ഒരാളെ ഫ്ലൂറിൻ കൊണ്ടുപോയി, അടുത്ത ആളെ ഫ്ലൂറിൻ കൊണ്ടുപോയി. ബാക്കിയുള്ള ഇവർ രണ്ടുപേരും ഒരു ലോൺ പെയർ ആകും, ഇവർ രണ്ടുപേരും ലോൺ പെയർ ആകും, ഇവർ രണ്ടുപേരും ലോൺ പെയർ ആകും. അപ്പൊ 3 ലോൺ പെയർ ആദ്യം വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ 4. ഇനി സംശയം ഉണ്ടെങ്കിൽ ബാക്കി ഇതേപോലെ ചെയ്തു നോക്കാം. XeF4 8 വാലൻസ് ഇലക്ട്രോൺ. സെനോൺ സെൻട്രൽ ആറ്റം സെനോൺ ആണല്ലോടാ? അതെ. അപ്പോ 8 വാലൻസ് ഇലക്ട്രോൺ റെഡി. 2, 3, അയ്യോ 8ൽ കൂടുതലായല്ലോടാ മക്കളെ. 2, 4, 6 രണ്ടെണ്ണം കൂടി 8 വാലൻസ് ഇലക്ട്രോൺ റെഡി. ഇനി 4 ഫ്ലൂറിൻ അല്ലേ? ഒരു ഫ്ലൂറിൻ, ഒരു ഫ്ലൂറിൻ, ഒരു ഫ്ലൂറിൻ, ഒരു ഫ്ലൂറിൻ. ബാക്കി 4 ഇലക്ട്രോൺ അല്ലേ ഉള്ളേ?
അപ്പൊ ഇവൻ ലോൺ പെയർ ആവും, ഇവ രണ്ടുപേര് ലോൺ പെയർ ആകും, ടോട്ടൽ 2 ലോൺ പെയർ. അതോടുകൂടി ആൻസർ കറക്റ്റ് ആയി. അപ്പൊ XeF6 നിങ്ങൾ തന്നെ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഒരു ഫ്ലൂറിന് ഒരു ഇലക്ട്രോൺ മതി, കാരണം ഫ്ലൂറിൻ മോണോ അറ്റോമിക് ആണല്ലോ, അതുകൊണ്ട്. ഓക്കെ മക്കളെ, അടുത്ത ചോദ്യം 60. കാർബൺ പ്ലസ് O2 ഗിവ്സ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ΔH -X കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹാഫ് O2വിന്റെ ΔX -YU ആണെങ്കിൽ വാട്ട് ഈസ് ദ ΔH ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് എന്നാണ് ചോദ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, കാർബൺ മോണോക്സൈഡിന്റെ ഫോർമേഷൻ റിയാക്ഷൻ ആണ് സംഗതി. അത് ആദ്യമേ അങ്ങ് എഴുതണം. കാർബണും ഹാഫ് ഓക്സിജനും ചേർന്ന് 1 മോൾ കാർബൺ മോണോക്സൈഡ് ആകുന്നതാണ് ഫോർമേഷൻ റിയാക്ഷൻ. ഇവന്റെ ΔH എത്രയാണെന്നാണ് ചോദ്യം. ഇവന്റെ ΔH ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡിന്റെ ΔH ഓഫ് ഫോർമേഷൻ ആണ്. ശരിയല്ലേ? ആണ്. ഇതാണ് ചോദ്യം. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മക്കളെ, ഇതിനെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ടും ഇതിനെ ഇക്വേഷൻ നമ്പർ 2 ആയിട്ടും എടുത്താൽ ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് എടുത്തു. 1നെയും 2വിനെയും എന്ത് ചെയ്താലാണ് എനിക്ക് 3 കിട്ടുക? നല്ലോണം ആലോചിക്കാം. 1നെയും 2വിനെയും എന്ത് ചെയ്താലാണ് എനിക്ക് 3 കിട്ടുക? മക്കളെ, 3ല് കാർബൺ റിയാക്ടൻ സൈഡിൽ വേണം. അപ്പൊ 1ല് കാർബൺ റിയാക്ടൻ സൈഡിലുണ്ട്. അപ്പൊ 1 ആഡ് ചെയ്യണം. അല്ല, 1നെ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, സബ്ട്രാക്ട് ചെയ്യേണ്ട കാര്യമില്ല. അത് അതേപോലെ എഴുതിയാൽ മതി. മക്കളെ, ഇനി കാർബൺ മോണോക്സൈഡ് പ്രൊഡക്ട് സൈഡിലല്ലേ വേണ്ടത്? ഇക്വേഷൻ 2വില് കാർബൺ മോണോക്സൈഡ് റിയാക്ടൻ സൈഡിലുണ്ട്. അപ്പൊ മക്കളെ, നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷനിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഇക്വേഷനെ നമ്മൾ റിവേഴ്സ് ചെയ്യണം. റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അവനെ 1ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്യാന്നാണേ. അപ്പൊ 1ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ 1നോട് 2നെ റിവേഴ്സ് ചെയ്ത് ആഡ് ചെയ്യണം. 2ഉം 1 ആണ്. അതായത് ΔH3 എന്ന് പറയുന്നത് ΔH1 മൈനസ് ΔH2 ആണ്. ΔH1 എത്രയാ? -X മൈനസ് ΔH2 എത്രയാ? -Y. അതായത് മക്കളെ -X പ്ലസ് Y. -X പ്ലസ് Y എന്ന് പറഞ്ഞാൽ Y - X അല്ലേ? സോ ഇറ്റ് ഈസ് ഈക്വൽ ടു Y - X. Y - X എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട് സർ. ഓപ്ഷൻ 4 ഈസ് റൈറ്റ് ആൻസർ. Y - X. ഓപ്ഷൻ 4 ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? റെഡി ആണല്ലോ മക്കളെ? അടുത്ത ചോദ്യം എടുക്കാതെ എനിക്ക് 61st ക്വസ്റ്റ്യൻ. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ റിയാക്ഷൻസ്. നിങ്ങൾ ശ്രദ്ധിക്കണേ മക്കളെ, ഈ റിയാക്ഷനിൽ റിയാക്ടന്റ് സോളിഡ് ആണ്, പ്രൊഡക്റ്റിൽ ഒരാൾ സോളിഡ് ആണ്, ഈ ഒരാൾ മാത്രമേ ഗ്യാസ് ഉള്ളൂ. ശരിയല്ലേ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kp എന്ന് പറയുന്നതിൽ ഗ്യാസുകളുടെ ടേമുകളെ മാത്രമേ നമ്മൾ എഴുതുള്ളൂ. അപ്പൊ Ag2ഓടെ ടേം നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല, സിൽവറിന്റെ ടേം എഴുതേണ്ട കാര്യമില്ല, ഗ്യാസ് ആയിട്ട് ആകെ ഓക്സിജൻ മാത്രമേ ഉള്ളൂ. അപ്പൊ Kp എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് O2 മാത്രമാണ്. ഇതാണ് Kpയുടെ എക്സ്പ്രഷൻ. കാരണം ബാക്കിയുള്ളവരൊക്കെ പ്രൊഡക്റ്റും റിയാക്ടൻ സൈഡിലുള്ള ബാക്കിയുള്ളവരൊക്കെ സോളിഡുകളല്ലേ, അവർക്ക് പാർഷ്യൽ പ്രഷർ ഇല്ലല്ലോ. Kp എന്ന് പറയുന്ന പാർഷ്യൽ പ്രഷറിന്റെ ടൈമിൽ മാത്രമല്ലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. മനസ്സിലാകുന്നുണ്ടോടാ മക്കളെ? യെസ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തായിരിക്കും ആൻസർ? ചോദ്യം എന്താ? ചോദ്യം ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ എത്രയാ? ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ Kp തന്നെയാണ് സർ. അപ്പൊ ആൻസർ എവിടെയാ? ഓപ്ഷൻ 1 ആണ് സർ. എന്തൊരു സിമ്പിൾ ചോദ്യം നോക്കൂ. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ ടെൻഷൻ അടിച്ച് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയും സിമ്പിളായ ചോദ്യം ചോദിക്കുമോ എന്നൊക്കെ വിചാരിച്ച് അതായിരിക്കില്ല ആൻസർ എന്നൊക്കെ ചിന്തിച്ചു പോയ ആളുകളുണ്ടാവും. സാറില്ല, പോട്ടെ മക്കൾ. അടുത്ത ചോദ്യം സി. In which one of the following pair the radius of the second species is greater than that of first? അപ്പൊ ഒന്നാമത്തെ, സോഡിയത്തേക്കാൾ വലുതാണോ മെഗ്നീഷ്യം? അല്ല, സോഡിയം ഇസ് ബിഗർ ദാൻ മെഗ്നീഷ്യം. മക്കളെ, ലിത്തിയത്തേക്കാൾ വലുതാണോ ബെറിലിയം? അല്ല, ലിത്തിയം ഇസ് ബിഗർ ദാൻ ബെറിലിയം. കാരണം ലിത്തിയം കഴിഞ്ഞ് റൈറ്റിലാണ് ബെറിലിയം വരിക. മക്കളെ, ബേരിയം ആൻഡ് സ്ട്രോൺഷ്യം. ബേരിയത്തിന് താഴെയാണ് ആര് വരിക? സ്ട്രോൺഷ്യം വരിക. അപ്പൊ ബേരിയം ഇസ് ബിഗർ ദാൻ സ്ട്രോൺഷ്യം. അപ്പൊ ഈ 3 കേസുകളിലും ഫസ്റ്റ് 1 ആണ് സെക്കൻഡ് 1നേക്കാൾ ബിഗർ. അവസാന കേസ് നോക്കി നിങ്ങൾ, O2 മൈനസ് N3 മൈനസ്. ഈ 2 പേർക്ക് എന്തെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ? ഉണ്ട്. 2 പേരും ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകളിൽ നെഗറ്റീവ് ചാർജ് കൂടുതലുള്ള ആൾക്കല്ലേ കൂടുതൽ സൈസ് ഉണ്ടാവുക? അതെ, ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തത്, ദ നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഗ്രേറ്റസ്റ്റ് ഇൻ. തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആറ്റങ്ങൾ ഏതിലാവുള്ളത്? ഇപ്പൊ നമ്മുടെ Cl2 ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, അയോഡിൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. നമ്പർ ഓഫ് ആറ്റം നമ്മൾ എങ്ങനെയാ കാണുക? നമ്പർ ഓഫ് ആറ്റം കാണുന്നത് ശ്രദ്ധിക്കണേ. നമ്പർ ഓഫ് ആറ്റം ഈസ് ഈക്വൽ ടു മക്കളെ നമ്പർ ഓഫ് മോൾസ്. മാസ് ആണല്ലോ തന്നിരിക്കുന്നത്. അപ്പൊ മോൾസിന് വരും ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി. ഇനി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ മക്കളെ. ക്ലോറിൻ നമ്പർ ഓഫ് ആറ്റം ഈസ് ഈക്വൽ ടു നോക്കിയേ 71 ബൈ ഗിവൺ മാസ് ഇസ് 71,
molar mass is also 71 into Avogadro number is Na, atomicity 2. അപ്പോൾ മക്കളെ 2Na എന്ന് കിട്ടും. 2Na, 2 into Avogadro number. കാൽക്കുലേറ്റ് ചെയ്യണം അവിടെ വെച്ചോ, അത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാം. മക്കളെ മെഗ്നീഷ്യം എടുക്കുക. മെഗ്നീഷ്യം number of moles, given mass 48, molar mass 28 into Avogadro number into atomicity 1. Ready അല്ലേ? That is മക്കളെ 2 into Avogadro number തന്നെ. അപ്പൊ അതെല്ലാം ഒന്ന് മനസ്സിലായി. 2 into Avogadro number തന്നെയാണ്, അതെല്ലാം ഒന്ന് മനസ്സിലായി. അടുത്തത് അയഡിന്റെ കേസിലേക്ക് പോവാം. അയഡിൻ മക്കളെ this is equal to given mass 127 by atomic mass of iron is 127 into Avogadro number into atomicity 2. അപ്പോൾ മക്കളെ 2 into Avogadro number തന്നെയാണ് അവിടെയും കിട്ടുക. 2 into Avogadro number തന്നെയാണ് അവിടെ കിട്ടുക. അവസാന കേസിലേക്ക് പോവാം. അപ്പൊ ആൻസർ ഏകദേശം കൺഫേം ആയി, ഹൈഡ്രജൻ ആയിരിക്കുമല്ലോ, ബാക്കി മൂന്നും സെയിം ആണല്ലോ. ആണ് മക്കളെ ഹൈഡ്രജൻ ഗിവൺ മാസ് 4, മോളാർ മാസ് 2, ശരിയല്ലേ? ആണ്. ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി 2. സോ 4/2 2 into 2 4. സോ 4 into അവോഗാഡ്രോ നമ്പർ. സോ ഏറ്റവും കൂടുതൽ ആൾക്കാ 4 into അവോഗാഡ്രോ നമ്പർ ആണ്. ഓപ്ഷൻ 4 is the right answer. 4 gram of hydrogen. സിമ്പിൾ ചോദ്യം. അടുത്തത്, which one of the following statement about spectral line is incorrect? Spectral line ബന്ധപ്പെട്ട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാ? ഒന്ന്, the line in Balmer series corresponds to the electron transition from energy level higher than n equal to 2. കറക്റ്റ് അല്ലേ? അതെ. n equal to 2 മുകളിൽ നിന്ന് n equal to 2 വരുമ്പോഴാണ് ബാമർ കിട്ടുക. Taishan series appears in the infrared region. കറക്റ്റ്. ലൈൻ ഓഫ് ലൈമാൻ സീരീസ് അപ്പിയർ ഇൻ വിസിബിൾ. തെറ്റ്. വിസിബിളിൽ ഉള്ളത് ബാമർ മാത്രം. അപ്പൊ അതാണ് ആൻസർ വരിക കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളത് ശരിയാ. നാലാമത്തെ ശരിയാ. ട്രാൻസിഷൻ ഫ്രം ഹയർ എനർജി ലെവൽ ടു ഫോർത്ത് വിൽ പ്രൊഡ്യൂസ് ബ്രാക്കറ്റ് സീരീസ് which falls in, fails അല്ല, which falls in infrared region. കറക്റ്റാ മക്കൾ. 65, which one of the following is a correct set with respect to molecule hybridization and shape? BeCl2 sp2 ആണോ? അല്ല, sp ആണ്. തെറ്റി. BeCl2 sp2 അല്ല, sp ആണ്. തെറ്റി. BeCl3 sp2 ആണ്, ട്രയാങ്കുലർ പ്ലാനാർ ആണ്. കറക്റ്റാ. ഓപ്ഷൻ 3 is the right answer. sp2 ആണ്, ട്രയാങ്കുലർ പ്ലാനാറും ആണ്, നമുക്കറിയാവുന്ന കേസാണ്. മക്കളെ 66, which of the following reaction defines the delta H of formation? അപ്പൊ ഒരു റിയാക്ഷൻ ഫോർമേഷൻ റിയാക്ഷൻ ആകണമെങ്കിൽ ഒരു മോൾ കോമ്പൗണ്ടേ ഫോം ചെയ്യാൻ പാടുള്ളൂ അവന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റുകളിൽ നിന്ന് സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ. അപ്പൊ ഇവിടെ കാർബൺ ഡയമണ്ട് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ അല്ല. കാർബണിന്റെ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ഗ്രാഫൈറ്റ്, അതല്ല മക്കളെ. ഹാഫ് H2 പ്ലസ് ഹാഫ് ഫ്ലൂറിൻ ഗിവ്സ് HF. ഇത് കറക്റ്റാ. ഇതൊരു ഫോർമേഷൻ റിയാക്ഷനുമാണ്. ഒരു മോൾ പ്രൊഡക്റ്റേ ഉള്ളൂ. ഫോം ചെയ്യുന്നത് അവന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റുകളിൽ നിന്നാണ്, സ്റ്റാൻഡേർഡ് കണ്ടീഷനുകളിലാണ്. അത് കറക്റ്റ് ആണ്. ഫോർമേഷനുമാണ്, ഫോർമേഷൻ എൻതാൽപ്പിയുമാണ്. അടുത്തത്, മാച്ച് ദ ഫോളോയിങ് ആണ്. ഇക്വിലിബ്രിയത്തിൽ നിന്ന് മക്കളെ റിയാക്ഷൻ കോഷ്യന്റും കെയും തമ്മിലുള്ള കണക്ഷൻ ആണ്. Q equal to K ആണെങ്കിൽ അതിനർത്ഥം എന്താ? റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണ്. ഉറപ്പല്ലേ? അതെ. Q less than K ആണെങ്കിൽ ഇവിടെ മക്കളെ, Q less than K ആണെങ്കിൽ അതിനർത്ഥം എന്തായിരിക്കും? റിയാക്ഷൻ ഫോർവേഡ് ഡയറക്ഷനിലാണ്. Q greater than K ആണെങ്കിലോ റിയാക്ഷൻ ബാക്ക്വേർഡ് ഡയറക്ഷനിലാണ്. K greater than 10⁻³ ആണെങ്കിലോ റിയാക്ഷൻ നിയറസ്റ്റ് ടു കംപ്ലീഷൻ ആണ്, ഏകദേശം അവസാനിക്കാൻ പോകുകയാണെന്ന് അർത്ഥം. അപ്പൊ മക്കളെ എക്ക് എസ് വരുന്ന 2 ഓപ്ഷൻ ഉണ്ടല്ലേ? ഓക്കെ, ബിക്ക് 6 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ 1 is the right answer. See the next. The enthalpy of dissolution of barium chloride and barium chloride 2H2O are -20.6 and 8.8 kilojoules per mole respectively ആണെങ്കിൽ what is the enthalpy of hydration of barium chloride എന്നാണ് ചോദ്യം. അപ്പൊ മക്കളെ ഒരു എൻഹൈഡ്രസ് സോൾട്ട്, ഒരു ഹൈഡ്രേറ്റഡ് സോൾട്ട്, രണ്ടുപേരുടെയും എൻതാൽപി ഓഫ് സൊല്യൂഷൻ ഉണ്ട്. എൻതാൽപി ഓഫ് ഹൈഡ്രേഷൻ ആണ് കാണേണ്ടത്. ഇക്വേഷൻ ഡയറക്റ്റ് ചോദ്യമാണ്, തെർമോഡൈനാമിക്സിൽ പഠിപ്പിച്ചതാണ്. എന്താ പഠിപ്പിച്ചേ? ഡെൽറ്റ എച്ച് ഓഫ് സൊല്യൂഷൻ ഓഫ് an anhydrous salt is equal to delta H of solution of hydrated salt plus delta H of hydration. അതായത് മക്കളെ anhydrous saltന്റെ എത്രയാടാ? -20.6 is equal to hydrated saltന്റെ എത്രയാടാ? 8.8 plus delta H of hydration. Therefore delta H of hydration എന്ന് പറയുന്നത് -20.6 മൈനസ് 8.8 ആണ്. അതായത് -29.4 kilojoules per mole. So option 2 is the right answer. -29.4, not +29. Clear? Okay. 69.
if Na is Avogadro number, then number of valence electron in 4.2 gram nitride ion is. മക്കളെ നൈട്രൈഡ് എന്ന് പറഞ്ഞാൽ N3 മൈനസ് ആണ്. അപ്പൊ നമുക്കറിയാം നൈട്രജൻ ആറ്റത്തിൽ 5 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. അതിലേക്ക് 3 ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോഴാണല്ലോ 3 മൈനസ് ആകാം. അപ്പൊ ടോട്ടൽ 5 + 3 8 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്, ഒരു N3 മൈനസ്. ശരിയല്ലേ? സോ മക്കളെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇൻ 1 N3 മൈനസ് എന്ന് പറയുന്നത് 8 ആണെങ്കിൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇൻ 1 മോൾ N3 മൈനസ് എന്ന് പറയുന്നത് 8 into അവോഗാഡ്രോ നമ്പർ ആണ്. ശരിയല്ലേ? അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് N3 മൈനസ് എത്രയാടാ? നമ്പർ ഓഫ് മോൾസ് ഓഫ് N3 മൈനസ് എന്ന് പറയുന്നത് ഗിവൺ മാസ് ഓഫ് N3 മൈനസ് ബൈ നൈട്രജൻ അറ്റോമിക് മാസ് എത്രയാ? 14. സോ 4.2 by 14. 4.2 by 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ 42 by 14 into 10 raised to minus 1 അല്ലേ? 42 by 14 എന്ന് പറഞ്ഞാൽ 3 അല്ലേ? അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് N3 മൈനസ് 3 into 10 raised to minus 1, അതായത് 0.3. അപ്പൊ ഒരു മോളിന് ഇത്രയും ആണെങ്കിൽ 0.3 മോളിന് എത്രയാ? Therefore number of valence electron in 0.3 mole is equal to, മക്കളെ ഒരു മോളിൽ എത്രയാണോ അത് ഇൻറ്റു 0.3 എന്ന് പറഞ്ഞാൽ 2.4 into അവോഗാഡ്രോ നമ്പർ. ഉണ്ടല്ലോ. ഓപ്ഷൻ 1 is the right answer. 2.4 into അവോഗാഡ്രോ നമ്പർ. റെഡി? ക്ലിയർ? അടുത്തത് മക്കളെ നോക്കണേ. ഇൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് the number of photoelectrons emitted per unit time depends upon, അതായത് ഇജക്റ്റഡ് ആകുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? ഉറപ്പായിട്ടും ഇന്റൻസിറ്റി ഓഫ് ദ ഇൻസിഡന്റ് റേഡിയേഷനെയാണ്. ശരിയല്ലേ? നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി ഓഫ് ദ റേഡിയേഷൻ ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് ദി ഫോട്ടോ ഇലക്ട്രോൺ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് ദ റേഡിയേഷൻ. അപ്പൊ ഇന്റൻസിറ്റി വേറെ, ഫ്രീക്വൻസി വേറെ. ക്ലിയർ? മക്കളെ 71 മാച്ച് ദ ഫോളോയിങ് ആണ്. VSEPR തിയറി വെച്ച് ഷേപ്പ് കണ്ടുപിടിക്കലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം XeO3. അപ്പൊ നമുക്കറിയാം XeO3 എന്ന് പറയുന്നതിൽ സെനോൺ ആണ് സെൻട്രൽ ആറ്റം. മക്കളെ ഷേപ്പ് എങ്ങനെയാ കാണുക? ഇലക്ട്രോൺ പെയറിനെ കണ്ടിട്ടല്ലേ? ഇലക്ട്രോൺ പെയർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ അറൌണ്ട് ദ സെൻട്രൽ ആറ്റം ഇസ് 8 പ്ലസ് മോണോവാലൻസ് സറൗണ്ടിങ് ആറ്റം 0. ട്രിക്ക് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ഓക്കെ, ഡിവൈഡഡ് ബൈ 2. അപ്പൊ 4 ആണ്. മക്കളെ അതിൽ എത്ര ബോണ്ട് പെയറാ? സറൗണ്ടിങ് ആറ്റങ്ങളുടെ എണ്ണമാണ് ബോണ്ട് പെയർ. അപ്പൊ 4ൽ 3 ബോണ്ട് പെയർ, കാരണം 3 സറൗണ്ടിങ് ആറ്റം ഉണ്ടല്ലോ. 4ൽ ഒരെണ്ണം ബാക്കിയില്ലേ? അത് ലോൺ പെയർ ആണ്. അപ്പൊ 3 + 1 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും വന്നാൽ ഏത് ജോമെട്രിയാടാ? ട്രയഗണൽ പിരമിഡൽ ഷേപ്പ് ആണ്. അപ്പൊ XeO3ക്ക് മാച്ച് ആകുന്നത് 3 ആണ്. എക്ക് 3 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഉണ്ട് സർ. ബിക്ക് 4 ആണെന്നുള്ള കാര്യം കൺഫേം ആയി. സിക്ക് 1 ആണെന്നുള്ള കാര്യം കൺഫേം ആയി. ഡിക്ക് 2 ആണെന്നുള്ള കാര്യം കൺഫേം ആയി. അതൊന്നും നിങ്ങൾ നോക്കണ്ട, അപ്പൊ തന്നെ നമുക്ക് ഏകദേശം തീരുമാനമായി. ഇനി ഈ ആരാന്ന് മാത്രം നോക്കിയാൽ മതി. I3 മൈനസ്. മക്കളെ I3 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയഡിൻ സെന്ററിൽ റെഡിയാണേ ആണ്. എന്നിട്ടോ ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രി ആണ്. 3 ലോൺ പെയറുകൾ ഒരു ട്രയഗണൽ ബൈപിരമിഡലിന്റെ ഇക്വറ്റോറിയൽ പൊസിഷനുകളിൽ ഇരിക്കും. ഒരയഡിൻ ഇവിടെയും ഒരയഡിൻ ഇവിടെയും 2 ആക്സിയൽ പൊസിഷനുകളിൽ ഇരിക്കും. റെഡിയാണോ? ആക്ച്വലി ഇതാണ് ജോമെട്രി. അതായത് ട്രയഗണൽ ബൈപിരമിഡൽ. അതിൽ 3 ലോൺ പെയർ വരും, 2 അയഡിൻ അല്ലേ ഉള്ളൂ. ആക്ച്വലി I3 മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? I പ്ലസ് I മൈനസ് ആണോ? ഒരു അയഡിൻ സെന്ററിൽ 2 അയഡിൻ സറൗണ്ടിങ്ങിൽ. ഇതാണ് അവന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. സോ മക്കളെ ദിസ് ഇസ് ലിനിയർ അല്ലേ? ലിനിയർ അല്ലേ ഇത്? കാരണം നമ്മൾ ഷേപ്പ് നോക്കുമ്പോൾ ബോണ്ട് പെയർ മാത്രമല്ലേ നോക്കുക? ആണ്. അപ്പൊ ലിനിയറാ, സ്ട്രേറ്റ് ലൈൻ പോലെ ലിനിയറാ. അപ്പൊ മക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇക്ക് മാച്ച് ആകുന്നത് 5 അല്ലേടാ? അതെ, ഇക്ക് മാച്ച് ആകുന്നത് 5 ആ. അപ്പൊ ഓപ്ഷൻ 4 ഈസ് റൈറ്റ് ആൻസർ. അപ്പൊ എക്ക് ആരാ മാച്ച് ആവുക, ഇക്ക് ആരാ മാച്ച് ആവുക നോക്കിയാൽ മതി. ഓപ്ഷൻ 4 ഈസ് റൈറ്റ് ആൻസർ. റെഡി? അടുത്ത ചോദ്യത്തിലേക്ക് പോകുകയാണ്. 72. ഇഫ് ദ ബോണ്ട് എനർജീസ് ഓഫ് HHBr ആൻഡ് HBr എന്ന് പറഞ്ഞ 3 പേരുടെയും ബോണ്ട് എനർജികൾ ഉണ്ട്. ദ ഡെൽറ്റ H0 ഓഫ് ദ റിയാക്ഷൻസ്. ഈ തന്നിരിക്കുന്ന റിയാക്ഷൻ ഡെൽറ്റ H0 എത്രയാ? അപ്പൊ മക്കളെ നമുക്ക് അറിയാലോടാ, ബോണ്ട് എനർജി തന്നാൽ ഡെൽറ്റ H ഓഫ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു സം ഓഫ് ബോണ്ട് എനർജി ഓഫ് റിയാക്ടൻ മൈനസ് സം ഓഫ് ബോണ്ട് എനർജി ഓഫ് പ്രൊഡക്റ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു,
റിയാക്ടൻ സൈഡിൽ ആരൊക്കെ ഉണ്ട്? ഹൈഡ്രജൻ ഉണ്ടല്ലേ. അപ്പോൾ മക്കളെ റിയാക്ടന്റുകളുടെ ബോണ്ട് എനർജി എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു ഹൈഡ്രജന്റെ ബോണ്ട് എനർജി എത്രയാ? 433 പ്ലസ് ഇനി ആരാ ഉള്ളേ? ഒരു ബ്രോമിൻ ഉണ്ട്. സോ 1 ഇൻറ്റു ബ്രോമിന്റെ ബോണ്ട് എനർജി എത്രയാ? 192. അപ്പോൾ റിയാക്ടന്റുകളുടെ സം റെഡി. ഈ പ്രൊഡക്ട്സിൽ ആരാ ഉള്ളത്? 2 HBr ഉണ്ടല്ലേ. അപ്പൊ 2 ഇൻറ്റു എച്ച് ഹൈഡ്രജൻ ബ്രോമിൻ ബോണ്ട് എനർജി എത്രയാ? 364. ഒന്ന് പിന്നെ സിംപ്ലിഫൈ ചെയ്തേടാ മക്കളെ. 433 192 നിങ്ങൾ ആഡ് ചെയ്താൽ 625 എന്ന് കിട്ടും. മൈനസ് 2 ഇൻറ്റു 364 എന്ന് പറയുമ്പോൾ 728 എന്ന് കിട്ടും. 625 728 കുറച്ചാൽ മൈനസ് 103 എന്ന് ആൻസർ കിട്ടിയോ? കിട്ടി സർ. ഓപ്ഷൻ 4 ഈസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ 4 ഈസ് റൈറ്റ് ആൻസർ. അടുത്തത് ദ കോൺജുഗേറ്റ് ബേസ് ഓഫ് H2PO4 മൈനസ്. മക്കളെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ ആരാ? ഒരാസിഡിൽ നിന്ന് H+ പോയാൽ കിട്ടുന്നവനാണ് കോൺജുഗേറ്റ് ബേസ്. അപ്പൊ H2PO4 മൈനസിൽ നിന്ന് ഒരു H+ പോയാൽ ഇവൻ എന്തായി മാറും? HPO4 2- ആയി മാറും. സോ HPO4 2- ആയി മാറും. വെരി ഗുഡ്. ഇത്രേ ഉള്ളൂ. ഇവനാവും. എങ്ങനെയാ? ഒരു H+ പോകുമ്പോൾ. സിമ്പിൾ. ഓക്കെ, അടുത്തത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് ഗ്യാസസ് കണ്ടെയ്ൻ ദ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്? മക്കളെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണേ. എടാ നമ്പർ ഓഫ് മോളിക്യൂൾ സെയിം ആകണമെങ്കിൽ മക്കളെ ആലോചിച്ച് നോക്കൂ. സെയിം നമ്പർ ഓഫ് മോളിക്യൂൾ ആകണമെങ്കിൽ സെയിം നമ്പർ ഓഫ് മോൾസ് ആയാൽ പോരെ? മതി സർ. സെയിം നമ്പർ ഓഫ് മോൾസ് ആയാൽ മതി. അപ്പോൾ നിങ്ങൾ ഓരോന്നിലും നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഒന്ന്, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്സിജൻ നമ്പർ ഓഫ് മോൾസ് എത്രയാ? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. നൈട്രജന്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാ? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. എത്രയാടാ മക്കളെ? 0.5 ആൻഡ് 0.5. സോ രണ്ടിലും സെയിമാ. നമുക്ക് ഭാഗ്യമുണ്ട്, ഒന്നാമത്തെ ഓപ്ഷൻസിൽ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും അതിലൊക്കെ ഡിഫറെന്റ് നമ്പർ ഓഫ് മോൾസ് ആണ് തന്നിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, റെഡിയാണ് മക്കളെ. 75. ഹൗ മെനി ഇലക്ട്രോൺസ് ഇൻ എ ഗിവൺ ആറ്റം ക്യാൻ ഹാവ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് കോണ്ടന്റ് നമ്പർ? എടാ ഒരു സെറ്റ് ഓഫ് 4 കോണ്ടന്റ് നമ്പേഴ്സ് ഒരാറ്റത്തിൽ ഒരൊറ്റ ഇലക്ട്രോണിനെ പാടുള്ളൂ എന്ന് പറഞ്ഞത് പോളി അല്ലേ? പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൽ എന്താ പറയുന്നേ? ഇൻ an atom a given set of quantum number is possible only for one electron. ഒന്നിൽ കൂടുതൽ ഇലക്ട്രോണുകൾക്ക് ഒരേ സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ടാവരുത്. ആദ്യത്തെ 3 ക്വാണ്ടം നമ്പർ സെയിം ആണെങ്കിൽ the fourth one that is a spin quantum number must be different. സോ ഒറ്റ ഇലക്ട്രോൺ ഉണ്ടാവുള്ളൂ. ക്ലിയർ അല്ലേടാ മക്കളെ? 76ാമത്തെ, അതായത് നമ്മുടെ 26ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് സ്പീഷീസ് ഹാവ് ദ സെയിം ബോണ്ട് ഓർഡർ? വളരെ എളുപ്പമാണ് മക്കളെ. കാരണം എന്താണെന്നറിയോ? ഒരേ ബോണ്ട് ഓർഡർ ആകണമെങ്കിൽ എന്ത് സെയിം ആയിരിക്കണം? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കണ്ടേ? അതെ, തന്നിരുന്ന ഓപ്ഷൻസ് നോക്കൂ. ഏതിലാണ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത്? ഇപ്പോൾ ഓപ്ഷൻ 1 നമ്മൾ എടുത്തു എന്ന് വിചാരിക്കും. O2 മൈനസിൽ 16 + 1 17 ഇലക്ട്രോണും CN മൈനസിൽ 13 + 1 14 ഇലക്ട്രോണാണ് ഉള്ളത്. അപ്പോൾ അവിടെ സെയിം നമ്പർ അല്ല. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ. CN മൈനസിൽ 14 ആണെന്ന് ആൾറെഡി പറഞ്ഞല്ലോ. ആൻഡ് എക്സ്ക്യൂസ് മീ, NO+ലോ നൈട്രജനിൽ 7, ഓക്സിജനിൽ 8, അപ്പോൾ 8 7 15, 1 കുറച്ചാൽ 14. കറക്റ്റാണ്. സോ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. രണ്ടിൻ്റെയും ബോണ്ട് ഓർഡർ 3 തന്നെയായിരിക്കും. കാരണം 14 വന്നാൽ 1 4 3 ആയിരിക്കുന്നു പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും അത്. മക്കളെ ഈ 2 ഓപ്ഷൻസും നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാകും അത് കറക്റ്റ് ആയിരിക്കില്ല എന്ന് ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ. അടുത്ത ചോദ്യം 27. ദ സ്റ്റാൻഡേർഡ് മോളാർ ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് എത്തൈൻ. അപ്പോൾ എത്തൈനിന്റെ ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉണ്ട്, വാട്ടറിന്റെ ഉണ്ട്. 3 പേരുടെയും വാല്യൂസ് ഉണ്ട്. ചോദ്യം എന്തായിരുന്നു? വാട്ട് ഈസ് എ മോളാർ ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ ഓഫ് എത്തൈൻ? അപ്പൊ എത്തൈനിന്റെ കമ്പസ്റ്റിന്റെ ഇക്വേഷൻ നിങ്ങൾ എഴുതണം, എന്നാലേ കിട്ടുള്ളൂ. മക്കളെ എത്തൈൻ എന്ന് പറഞ്ഞാൽ C2H6 അല്ലേ? അതെ. കമ്പസ്റ്റൻ നടത്താന്ന് പറഞ്ഞാൽ O2 റിയാക്ട് ചെയ്യല്ലേ? 2 പ്രൊഡക്റ്റുകളല്ലേ കിട്ടുള്ളൂ, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. ഒന്ന് ബാലൻസ് ചെയ്തേ. 2 കാർബൺ ഡൈ ഓക്സൈഡ്, 3 വാട്ടർ. അപ്പോൾ 2 × 2 4 + 3 7 ഓക്സിജൻ ഓൺ ദ റൈറ്റ് സൈഡ്. അപ്പോൾ ലെഫ്റ്റിൽ ഈക്വൽ ആകണമെങ്കിൽ നമുക്ക് എത്ര വേണടാ? 7/2 O2 വേണം. ബാലൻസ്. ഇനി മക്കൾ നമുക്കറിയാം ഡെൽറ്റ H ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ്
ഡെൽറ്റ എച്ച് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് സം ഓഫ് ഡെൽറ്റ എച്ച് ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടന്റ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യടാ. ദിസ് ഇസ് ഈക്വൽ ടു മക്കളെ പ്രൊഡക്റ്റുകൾ ആരൊക്കെയാ? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ 2 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് അല്ലേ? അപ്പൊ 2 ഇൻറ്റു കാർബൺ ഡൈ ഓക്സൈഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എത്രയാ? -94.1 പ്ലസ് ഇനി പ്രൊഡക്ട്സ് എല്ലാം ആരാ ഉള്ളത്? വാട്ടർ ഉണ്ട്. എത്ര മോളുണ്ട്? 3 മോളുണ്ട്. അപ്പൊ 3 ഇൻറ്റു വാട്ടറിന്റെ ഹീറ്റ് ഓഫ് ഫോർമേഷൻ എത്രയാ? -68.3. അപ്പൊ പ്രൊഡക്റ്റുകളുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷനുകളുടെ സം റെഡിയാണ്. മൈനസ് മക്കളെ റിയാക്ടൻ സൈഡിൽ ഇനി ആരാ ഉള്ളത്? എത്തൈൻ ഉണ്ട്. 1 അല്ലേ ഉള്ളൂ. അപ്പൊ 1 ഇൻറ്റു എത്തൈനിന്റെ എത്രയാ? -21. ഓക്സിജന്റെ വേണ്ടേ? വേണ്ട, കാരണം ഓക്സിജന്റെ വാല്യൂ തന്നിട്ടുമില്ല. മക്കളെ ഒരു എലമെന്റ് ഒരു സബ്സ്റ്റൻസ് അവന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെങ്കിൽ അവൻ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 0 ആയിട്ട് എടുക്കാം എന്ന് നമുക്കറിയാലോ. അപ്പൊ ഓക്സിജൻ 0 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 into -94.1 is -188.2 minus 3 into 68.3. മക്കളെ 68.3 അല്ലേ? 9 വരും. 68 അല്ലേടാ? 204 വരും. റെഡി അല്ലേ? -21. ഒന്ന് ആഡ് ചെയ്തെടുത്തറാ മക്കളെ. എല്ലാം നെഗറ്റീവുകാരല്ലേ? എല്ലാം നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. 9 10 2 12 2. റെഡി? യെസ്. ഇനി എന്താ ബാക്കിയുള്ളത്? അയ്യോ സോറി, 9 2 11 1 ബാക്കി 1 അല്ലേ? ഓക്കെ മക്കളെ, നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 8 1 9 9 4 13 വരുന്നു. അയ്യോ നമുക്ക് അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ മക്കളെ? എന്താ സംഗതി നോക്കി. മൈനസ് ഓഫ് മൈനസ് ഇവിടെ പ്ലസ്സാ വരണ്ടേ? പ്ലസ്സാ. അപ്പൊ വാല്യൂ മാറും. വാല്യൂ മാറിക്കഴിഞ്ഞാൽ മക്കളെ 372 എന്ന ആൻസർ. അപ്രോക്സിമേറ്റ്ലി 372. ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, സി ദ നെക്സ്റ്റ്. According to molecular orbital theory, which of the following ranks the nitrogen species in terms of increasing bond length? Bond order. മക്കളെ ബോണ്ട് ഓർഡർ നമുക്കറിയാലോ. നൈട്രജന്റെ ബോണ്ട് ഓർഡർ എത്രയെന്ന് അറിഞ്ഞാൽ മതി. മക്കളെ നൈട്രജന്റെ ബോണ്ട് ഓർഡർ N2 മൈനസിന്റെ ബോണ്ട് ഓർഡർ N2 മൈനസിന്റെ ബോണ്ട് ഓർഡർ. നൈട്രജനിൽ 14 ഇലക്ട്രോൺ ആണ്. N2 മൈനസിൽ 15 ഇലക്ട്രോണും N2 മൈനസിൽ 16 ഇലക്ട്രോണും ആണ്. 14 ഇലക്ട്രോൺ വരുന്നവന്റെ ബോണ്ട് ഓർഡർ 3 ആണെങ്കിൽ 15 വരുമ്പോൾ 0.5 കുറയുമല്ലോ, 2.5. വീണ്ടും 16 ആകുമ്പോൾ വീണ്ടും ഒരു 0.5 കുറയും, അപ്പൊ 2. അപ്പൊ കറക്റ്റ് ഇൻക്രീസിംഗ് ഓർഡർ ആരാ? N2 ഗ്രേറ്റർ ദാൻ N2 minus greater than N2 minus. Therefore, the right answer is option 1. See the next. 12 liters of hydrogen and 11.2 liter of chlorine are mixed and exploded. The composition by volume of the mixture is. നമുക്ക് റിയാക്ഷൻ എഴുതണം, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഹൈഡ്രജൻ ഗ്യാസും ക്ലോറിൻ ഗ്യാസും കമ്പൈൻ ചെയ്ത് HCl ആയി മാറുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ 2HCl. നമുക്ക് എല്ലാവർക്കും അറിയാം മക്കളെ, സ്റ്റോഷിയോമെട്രി അനുസരിച്ച് 1 ലിറ്റർ ഹൈഡ്രജനും 1 ലിറ്റർ ക്ലോറിനും റിയാക്ട് ചെയ്താൽ 2 ലിറ്റർ HCl കിട്ടും. ഇനി നമ്മുടെ കയ്യിൽ എത്രയുള്ള 12 ലിറ്റർ ഹൈഡ്രജനും 11.2 ലിറ്റർ ക്ലോറിനുമാണുള്ളത്. ഇതിൽ ആരാ ലിമിറ്റിംഗ് റിയേജന്റ്? മക്കളെ 12 ലിറ്ററിന് 12 ലിറ്റർ ക്ലോറിൻ തന്നെ വേണ്ടേ? കാരണം 1 ലിറ്ററിന് 1 ലിറ്റർ വേണമല്ലോ. അപ്പോൾ 12ന് 12 വേണം. അപ്പോൾ റിക്വയർഡ് ക്വാണ്ടിറ്റിയേക്കാൾ കുറവുള്ളയാൾ ഇവനാണ് ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പൊ ഇവനാണ് തീരുമാനിക്കുക എത്ര ലിറ്റർ HCl ഉണ്ടാവുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ മക്കളെ, എത്ര ലിറ്റർ HCl ഉണ്ടാവുക? 1 ലിറ്റർ ക്ലോറിൻ റിയാക്ട് ചെയ്താൽ അതിന്റെ ഡബിൾ HCl ഉണ്ടാവും. അപ്പൊ 11.2 ലിറ്റർ ക്ലോറിൻ റിയാക്ട് ചെയ്താൽ അതിന്റെ ഡബിൾ HCl ഉണ്ടാവണ്ടേ? 11.2ന്റെ ഡബിൾ എത്രയാ? 2 × 11.2 എത്രയാടാ മക്കളെ? 22.4 ലിറ്റർ HCl ഉണ്ടാവണം. ഓക്കെ, ഇനി റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ HCl എന്തായാലും 22.4 ലിറ്റർ ഉണ്ട്. ക്ലോറിൻ ബാക്കി ഉണ്ടാവും? ഇല്ല സർ, ക്ലോറിൻ കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വിളിച്ചത്. ഹൈഡ്രജൻ ബാക്കി ഉണ്ടാവും സർ. അപ്പൊ മക്കളെ ഈ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇനി ആരൊക്കെ അവിടെ ബാക്കി ഉണ്ടാവുക? ഹൈഡ്രജൻ ബാക്കി ഉണ്ടാവും. എത്രയുണ്ടാവുക? 12ൽ നിന്ന് 11.2 കുറച്ചാൽ കിട്ടുന്ന 0.8 ലിറ്റർ ഹൈഡ്രജൻ ബാക്കി ഉണ്ടാവും. HCl ഫോംഡ് എത്രയാ? 22.4. ക്ലോറിൻ ലെഫ്റ്റ് എത്രയാ? ക്ലോറിൻ ഒരു തരി പോലും ബാക്കി ഉണ്ടാവില്ല, എല്ലാം റിയാക്ട് ചെയ്ത് പോകും. അവനാണ് ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പൊ ടോട്ടൽ കോമ്പോസിഷൻ എത്രയാടാ മക്കളെ? കോമ്പോസിഷൻ എന്ന് പറയുന്നത് 0.8 ലിറ്റർ ഹൈഡ്രജനും 22.4 ലിറ്റർ HCl ഉണ്ടാകും. Therefore, the right answer is option 3. 3 is the right answer.
മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇല്ല. അടുത്തത് 80 അല്ലേ? അതായത് ക്വസ്റ്റ്യൻ നമ്പർ 30. എ ഫോട്ടോൺ ഓഫ് റേഡിയേഷൻ ഓഫ് വേവ് ലെങ്ത് 4000 ആംഗ്സ്ട്രോം വേവ് ലെങ്ത് ഉള്ള ഒരു ഫോട്ടോൺ, അവന്റെ എനർജി ഇ ആണെങ്കിൽ 0.5 എനർജി ഉള്ള ഒരു ഫോട്ടോണിന്റെ വേവ് ലെങ്ത് എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ എനർജിയും വേവ് ലെങ്ത്തും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. നമുക്ക് നന്നായിട്ട് അറിയാം എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് ആണ് എന്ന് പറഞ്ഞാൽ മക്കളെ E1/E2 എന്ന് പറയുന്നത് λ2/λ1 ആയിരിക്കും. E1 എത്രയാ? E1 എത്രയാ? E2 എത്രയാ? 0.5 λ2 എത്രയാടാ മക്കളെ? അതാണ് കണ്ടുപിടിക്കേണ്ടത്. λ1 എത്രയാ? 4000. Therefore λ2 is equal to 4000 into E/0.5 മക്കളെ ഇയും ഇയും ക്യാൻസൽ ആവുകയും 1/0.4 1/0.5 എന്ന് പറഞ്ഞാൽ 2 അല്ലേടാ മക്കളെ? അതെ. അപ്പൊ 4000 into 2 8000 ആംഗ്സ്ട്രോം എന്ന് കിട്ടൂലേടാ? കിട്ടും സാർ. ഓപ്ഷൻ 2 ആൻസർ ഉണ്ടല്ലോ. ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ. 8000 ആംഗ്സ്ട്രോം. റെഡി? അടുത്ത ചോദ്യം 31. ദ കാൽക്കുലേറ്റഡ് ബോണ്ട് ഓർഡർ ഓഫ് സൂപ്പർ ഓക്സൈഡ് അയോൺ. ഈ സൂപ്പർ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ആരാ? O2 മൈനസ് ആണ്. അപ്പൊ എളുപ്പമായല്ലോ. O2 മൈനസിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാ മക്കളെ? O2 16 വന്നു 17 ഇലക്ട്രോൺ. 17 ഇലക്ട്രോൺ വന്നാൽ ബോണ്ട് ഓർഡർ എത്രയാ? 1.5. വെരി ക്ലിയർ. 1.5. ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ. അടുത്തത് ഫോർ ദ ഗ്യാസ് ഫേസ് റിയാക്ഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ കറക്റ്റ്. മക്കളെ PCl5 PCl3 PCl2 ആയിട്ട് മാറുകയാണ്. ഇതൊരു തെർമൽ ഡികമ്പോസിഷൻ ആണ് എന്ന് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഇത് ഹീറ്റ് കൊടുത്താൽ മാത്രം നടക്കുന്ന പ്രോസസ്സാണ്. അതായത് ഈ പ്രോസസ്സ് എൻഡോതെർമിക് ആണ് മക്കളെ. എൻഡോതെർമിക് പ്രോസസ്സുകളിൽ ΔH ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ അതൊരു തീരുമാനമായി. അപ്പൊ ആൻസർ ഒന്നുകിൽ 2 അല്ലെങ്കിൽ 4. ഇനി ΔS ആണ്. എടാ 1 മോൾ ഗ്യാസ് 2 മോൾ ഗ്യാസ് ആയി മാറുന്നു. 1 മോൾ ഗ്യാസ് 2 മോൾ ഗ്യാസ് ആയി മാറുന്നു. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് കൂടുമ്പോൾ എൻട്രോപ്പി കൂടുകയല്ലേ ചെയ്യുക? അതെ സാർ, എൻട്രോപ്പി കൂടുകയാണ് ചെയ്യുക. എൻട്രോപ്പി കൂടിയാൽ ΔS പോസിറ്റീവ് ആവല്ലേ ചെയ്യുക? അതെ, ΔS ഗ്രേറ്റർ ദാൻ 0 ആകുകയാണ് ചെയ്യുക. ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ക്ലിയർ? ഓക്കെ ആണോ? അത് സെറ്റ് ആണോ? അത് 83. നോക്കാം, നോക്കൂ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ ലോവസ്റ്റ് pH? തന്നിരിക്കുന്നതിൽ ഏറ്റവും ലോവസ്റ്റ് pH ആരക്കാന്ന് ചോദിച്ചാൽ ലോവസ്റ്റ് pH എന്ന് പറഞ്ഞാൽ മോസ്റ്റ് അസിഡിക് ആരാ? അപ്പൊ ഇതുമല്ല എന്നുള്ളത് ആൻസർ കിട്ടി. കാരണം അത് രണ്ടും ബേസുകളാണ്. അതാവില്ല, നമുക്ക് ആദ്യമേ മനസ്സിലായി. 1 ആണോ 3 ആണോ? മക്കൾ നിങ്ങൾ ആലോചിച്ച് നോക്കണേ. pH എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്. എന്ന് പറഞ്ഞാൽ മക്കളെ H+ കോൺസെൻട്രേഷൻ കൂടുന്തോറും pH വാല്യൂ കുറയാണ് ചെയ്യുക. ഇതിൽ ഏതിലാണ് H+ കോൺസെൻട്രേഷൻ കൂടുക, ഏതിലാണ് കുറവ്? മക്കളെ ഒന്നാമത്തെ കേസിൽ കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് HCl ഈക്വൽ ആണ്, അതായത് 0.1 ആണ്. മൂന്നാമത്തെ കേസിൽ ഇതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് HCl. ശരിയല്ലേ? അപ്പൊ എത്രയാ വരിക? 0.01. ഏതിലാ ഹൈ വാല്യൂ? ഇതാണ് സർ. അപ്പൊ ഏതിലാണ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് H+? ഇതിലാണ്. അപ്പൊ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് H+ ഉള്ളതിലല്ലേ ഏറ്റവും ലോവസ്റ്റ് pH ഉണ്ടാവുക? അതെ സർ. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 1. ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. ഇങ്ങനെ നോക്കിയാൽ മതി. നിങ്ങൾ ഈ തന്നിരിക്കുന്ന 4 കേസുകൾ, തന്നിരിക്കുന്ന 4 കേസുകളിലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. pH കാൽക്കുലേറ്റ് ചെയ്ത് വാല്യൂ എക്സാക്ട്ലി കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. നോക്കണം മക്കളെ. അടുത്തത് ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് എ മെറ്റൽ എന്ന് പറഞ്ഞാൽ ത്രഷോൾഡ് എനർജി ഓഫ് എ മെറ്റൽ 4.2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. എന്ന് പറഞ്ഞാൽ E0 ത്രഷോൾഡ് എനർജി ഓഫ് ദ മെറ്റൽ എത്രയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2000 ആംഗ്സ്ട്രോം വേവ് ലെങ്ത് ഉള്ള, അതായത് λ0 2000 ആംഗ്സ്ട്രോം വേവ് ലെങ്ത് ഉള്ള
ഒരു റേഡിയേഷൻ അതിന് മുകളിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ പുറത്തു പോകുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി എത്രയാണെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എനർജി ഓഫ് ദ ഇൻസിഡന്റ് റേഡിയേഷൻ മൈനസ് വർക്ക് ഫംഗ്ഷൻ അഥവാ ത്രെഷോൾഡ് എനർജിയാണ്. റെഡി അല്ലേ? ത്രെഷോൾഡ് എനർജി എത്രയാണ് എന്ന് ചോദ്യത്തിലുണ്ടല്ലോ. 4.2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. പക്ഷെ നമുക്ക് ഇതിനെ ജൂളിലേക്ക് മാറ്റണമെന്ന് ചോദ്യത്തിന്റെ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ജൂളിലേക്ക് മാറ്റണം. ഇലക്ട്രോൺ വോൾട്ടിലുള്ള ഒരു വാല്യൂവിനെ ജൂളിലേക്ക് മാറ്റാൻ നമ്മൾ എന്താ ചെയ്യുക? 1.6 × 10⁻⁻⁹ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇത്രയും ജൂൾസ്. അപ്പൊ E0 എന്ന് പറയുന്നത് 6.72 × 10⁻⁻⁹ ജൂൾസ് ആണ്. ഈ എങ്ങനെയാ കാണുക? hc/λ. ശരിയല്ലേ? hc/λ. എച്ചും സിയും സെപ്പറേറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട എന്നും hcയുടെ വാല്യൂ നിങ്ങൾ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഓർത്തു വെക്കണമെന്നും അത് 2 × 10⁻25 ആണെന്നും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ബൈ ലാംഡയുടെ വാല്യൂ മക്കളെ 2000 ആങ്സ്ട്രം ആണ്. ആങ്സ്ട്രത്തിൽ നിന്ന് നമ്മൾ അതിനെ എന്തിലേക്ക് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റണം. × 10⁻⁻10 മീറ്റർ. റെഡി ആണല്ലോ? ക്ലിയർ ആണല്ലോടാ മക്കളെ? ക്ലിയർ ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 2 × 10⁻25 ഡിവൈഡഡ് ബൈ 2 × 2000നെ 2 എന്ന് എഴുതണമെങ്കിൽ 10⁻10 എന്താവണം? 10⁻7 ആവണം. സോ മക്കളെ E ഈസ് ഈക്വൽ ടു 1 × 10⁻18. റെഡി അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു ഈ എത്രയാ? 1 × 10⁻18 ജൂൾസ് ആണ്. മൈനസ് 6.72 × 10⁻19. അപ്പൊ രണ്ടിന്റെയും പവർ സെയിം ആക്കാൻ 10 × -19 മൈനസ് 6.72 × 10⁻19. അതായത് 10 - 6.72. 10 - 6.72 is approximately 3.28 × 10⁻19 joules എന്ന ആൻസർ കിട്ടും. The right answer is option 3. Option 3 is right answer. മക്കൾ, അടുത്ത ചോദ്യം. Using molecular orbital theory, predict which of the following species has the shortest bond length. മക്കൾ, നമുക്ക് എല്ലാവർക്കും അറിയാം ബോണ്ട് ലെങ്ത്തും ബോണ്ട് ഓർഡറും എന്തായിരിക്കണം? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കണം. അപ്പൊ ഷോർട്ടസ്റ്റ് ബോണ്ട് ലെങ്ത് ആകണമെങ്കിൽ മക്കളെ ഹൈയസ്റ്റ് ബോണ്ട് ഓർഡർ ആയിരിക്കണം. ഹൈയസ്റ്റ് ബോണ്ട് ഓർഡർ ആയിരിക്കണം. കാൽക്കുലേറ്റ് ചെയ്യാം. O2 എന്ന് പറയുന്നതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ മക്കളെ? O2 16 2 പോയാൽ 14 ഇലക്ട്രോൺ. അപ്പൊ നിങ്ങൾ ബാക്കിയൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം 14 ഇലക്ട്രോൺ വന്നാൽ 143 റൂൾ അനുസരിച്ച് 3 is the bond order. ബോണ്ട് ഓർഡർ ഒരിക്കലും 3ൽ കൂടുതലാവില്ല നിങ്ങൾക്കറിയാം. അപ്പൊ ബാക്കിയുള്ളവരുടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താലും 3നേക്കാൾ താഴെയായിരിക്കും. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 1. ഓപ്ഷൻ 1 ഈസ് ദി റൈറ്റ് ആൻസർ. സോ മക്കളെ, സെക്ഷൻ എയിലെ ചോദ്യങ്ങൾ അവസാനിച്ചു. മക്കളെ, നമുക്കിനി സെക്ഷൻ ബിയിലേക്കാണ് പോകേണ്ടത്. സെക്ഷൻ ബിയിലെ 15 ചോദ്യങ്ങളിൽ 10 ചോദ്യങ്ങളാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. 10 ചോദ്യങ്ങളാണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. നോക്കൂ, സെക്ഷൻ ബിയിലെ ആദ്യത്തെ ചോദ്യം. 10 gram of a piece of marble was put into excess of dilute HCl acid, hydrochloric acid. When the reaction was complete, 1120 cm³ of carbon dioxide gas was obtained at STP. The percentage of calcium carbonate in the marble is. So percentage purity ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ നമ്മൾ ധാരാളം ക്ലാസ് റൂമിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെ നമ്മൾ ചെയ്യുക? ഏറ്റവും ആദ്യം നമ്മൾ ഇതിന്റെ കെമിക്കൽ റിയാക്ഷൻ എഴുതണം. പക്ഷെ മാർബിൾ എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് ആണ്. കാൽഷ്യം കാർബണേറ്റ് HCl-ലുമായിട്ട് റിയാക്ട് ചെയ്താൽ മക്കളെ കാൽഷ്യം ക്ലോറൈഡ് ആയിട്ടും എന്തായിട്ടും മാറുക? വാട്ടർ ആയിട്ടും മാറും. പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടും മാറും. റെഡി അല്ലേ? ആണ്. ബാലൻസ്ഡ് ആണോ? അല്ല. 2 HCl വേണം. ഇപ്പൊ ബാലൻസ്ഡ് ആയി. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 1 മോൾ കാൽഷ്യം കാർബണേറ്റിൽ നിന്ന് നമുക്ക് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റിന്റെ മോളാർ മാസ് എല്ലാവർക്കും അറിയാം 100 gram ആണ്. അപ്പൊ 100 gram കാൽഷ്യം കാർബണേറ്റിൽ നിന്ന് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ മക്കളെ മില്ലി ലിറ്ററിൽ അല്ലെങ്കിൽ സെന്റിമീറ്റർ ക്യൂബിൽ എത്ര മില്ലി ലിറ്ററാ? 22.4 ലിറ്റർ ആണ്. STP-യിൽ 22,400 സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ മില്ലി ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, 100 gram എന്നാണ് നമ്മൾ 10 gram എടുക്കുന്നത്. അതെ, 10 gram ആണ്.
അപ്പോൾ 10 ഗ്രാമിൽ നിന്ന് നിങ്ങൾക്ക് എത്ര സെന്റിമീറ്റർ ക്യൂബ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടണം? കണക്കനുസരിച്ച് 22,400. ഈ 100 അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ആകും. ഇൻറ്റു 10 സെന്റിമീറ്റർ ക്യൂബ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടണമായിരുന്നു. നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ മക്കളെ, ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര നിങ്ങൾക്ക് കിട്ടേണ്ടത്. ഓക്കെ, സീറോകളും ക്യാൻസൽ ആകുന്നു. അപ്പൊ ആക്ച്വലി നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്നത് 2240 സെന്റിമീറ്റർ ക്യൂബാണ്. എത്രയാ കിട്ടുന്നേ? 1120 ആണ് കിട്ടുന്നത്. 1120 ആണ് കിട്ടുന്നത്. കിട്ടേണ്ടത് ഇത്രയുമായിരുന്നു. അതായത് നിങ്ങൾ എടുത്ത 10 ഗ്രാമിൽ 10 ഗ്രാമും കാൽഷ്യം കാർബണേറ്റ് ആയിരുന്നുവെങ്കിൽ യു ഷുഡ് ഗെറ്റ് 2240 സെന്റിമീറ്റർ ക്യൂബ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് 1120 സെന്റിമീറ്റർ ക്യൂബേ കിട്ടുന്നുള്ളതിനർത്ഥം 10 ഗ്രാമും കാൽഷ്യം കാർബണേറ്റ് അല്ല, അതിൽ ഇംപ്യൂരിറ്റി ഉണ്ട്. അതുപോലെ പേഴ്സൻറ്റേജ് പ്യൂരിറ്റി എങ്ങനെ നമ്മൾ കാണുക? മക്കളെ ശ്രദ്ധിക്കണേ, പേഴ്സൻറ്റേജ് പ്യൂരിറ്റി എങ്ങനെയാ കാണുക? പേഴ്സൻറ്റേജ് പ്യൂരിറ്റി എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കിയാ മക്കളെ, മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഒബ്റ്റെയിൻഡ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കാൽക്കുലേറ്റഡ് ഇൻറ്റു 100 അല്ലെ. അതായത് നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്നത് ആക്ച്വലി 2240 ആണ്, കിട്ടുന്നത് ആക്ച്വലി 1120 ആണ്. ഇൻറ്റു 100 ചെയ്താൽ മതി. റെഡിയാണോ? ക്ലിയർ ആണോടാ മക്കളെ? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുക എന്നുള്ളത്. 1120ഉം 2240 ക്യാൻസൽ ചെയ്താൽ 2 വരും. സോ 1/2/100 എന്ന് പറഞ്ഞാൽ 50% പ്യൂരിറ്റിയേ ഉള്ളൂ. കാരണം യഥാർത്ഥത്തിൽ ഇത്രയും കിട്ടേണ്ടിടത്താണ്, 10 ഗ്രാമിൽ നിന്ന് ഇത്രയും കിട്ടേണ്ടിടത്താണ് നിങ്ങൾക്ക് ഇത്രയും കിട്ടിയത്. എന്ന് വെച്ചാൽ ഇതിന്റെ പകുതി അല്ലേടാ ഇത്. സോ 50% അതിലുള്ളൂ. അപ്പൊ 10 ഗ്രാം നിങ്ങൾ എടുത്താൽ അതിൽ 5 ഗ്രാം ആരാണ്? കാൽഷ്യം കാർബണേറ്റാ, ബാക്കി ഇംപ്യൂരിറ്റിയാ. ഓക്കെ, തട്ടിപ്പാണല്ലേ. ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ, 50. മക്കൾ അടുത്ത ചോദ്യം. ദ വെയിറ്റ് ഓഫ് 1 × 10⁻22 മോളിക്യൂൾസ് ഓഫ് കോപ്പർ സൾഫേറ്റ് 5H2O. അപ്പൊ നമുക്കിവിടെ മോളാർ മാസ് വേണം. മക്കളെ, കോപ്പർ സൾഫേറ്റ് 5H2O മോളാർ മാസ് എത്രയാ? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. കോപ്പറിന്റേത് 63.5 ആണ്. 63.5 ആണ്. സൾഫർ 32 ആണ്. 64 ആണ്. റെഡി അല്ലേ മക്കളെ? പ്ലസ് സൾഫർ 32 ആണ്, 64 അല്ല, സൾഫർ 32 ആണ്. പ്ലസ് 4 ഓക്സിജൻ 4 × 16 പ്ലസ് 5 വാട്ടർ 5 × 18. നിങ്ങൾ ആഡ് ചെയ്താൽ 249.5 എന്ന് കിട്ടും മോളാർ മാസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ മക്കളെ, അതായത് മോളാർ മാസ് എന്ന് പറയുന്നത് 249.5 ഗ്രാം ആണെങ്കിൽ 1 മോളിന്റെ മാസ് അല്ലേടാ അത്. 1 മോളിന്റെ മാസ് ആണ് 249.5 ഗ്രാം എന്ന് പറഞ്ഞാൽ അവോഗാഡ്രോ നമ്പറിന്റെ മാസ് ആണ് 249.5 ഗ്രാം. അവോഗാഡ്രോ നമ്പറിന്റെ മാസ് ഇത്രയും ആണെങ്കിൽ ഇത്രയും നമ്പറിന്റെ മാസ് എത്രയായിരിക്കും? അപ്പൊ 1 × 10⁻22 മാസ് 249.5 ബൈ അവോഗാഡ്രോ നമ്പർ അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ ആകും ഇൻറ്റു 1 × 10⁻22. കാൽക്കുലേറ്റ് ചെയ്യണം, വേറെ വഴിയൊന്നുമില്ല. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, വേറെ വഴിയൊന്നുമില്ലടാ മക്കളെ. 249.5ഉം 6ഉം ക്യാൻസൽ ആയാൽ അപ്രോക്സിമേറ്റ്ലി എത്ര വരും അറിയാവോ നിങ്ങൾക്ക്? അപ്രോക്സിമേറ്റ്ലി 41 വരും. 41.5 വരും ഇൻറ്റു 10⁻. മക്കൾ ആലോചിച്ച് നോക്കണേ, 22ഉം 23ഉം ക്യാൻസൽ ആയാൽ 1 ബാക്കി വരും. അതായത് ബൈ 10 അപ്പൊ ഇൻറ്റു 10⁻10. 10⁻1 ദാറ്റ് ഈസ് 4.15 എന്ന് ആൻസർ വരും. 4.15. യെസ്, ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ഈസ് റൈറ്റ് ആൻസർ. മക്കൾ അടുത്ത ചോദ്യം. ദ റേഷ്യോ ഓഫ് ദ റേഡിയ ഓഫ് ദ ഫസ്റ്റ് 3 ബോർ ഓർബിറ്റസ്. ഫസ്റ്റ് 3 ബോർ ഓർബിറ്റ് എന്ന് പറയുമ്പോൾ n = 1, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ = 2, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ = 3. അപ്പൊ മക്കളെ, റേഡിയസ് ഓഫ് ദി ഓർബിറ്റ് എന്ന് പറയുന്നത് 0.529 അല്ലെ? ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ അല്ലെ? 0.529 ഇൻറ്റു n² / z അല്ലേ? എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി ഓർബിറ്റ് എന്ന് പറയുന്നത്
എൻ സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ആണല്ലോ. അപ്പൊ നിങ്ങൾ അതിന്റെ റേഷ്യോ നോക്കി, R1:R2:R3 ആണല്ലോ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 1 സ്ക്വയർ ഈസ് ടു 2 സ്ക്വയർ ഈസ് ടു 3 സ്ക്വയർ, ശരിയല്ലേ? അതായത് 1:4:9. എവിടെ ആൻസർ? ഓപ്ഷൻ 3 is the right answer. സിമ്പിൾ. ഓക്കെ, അടുത്ത ചോദ്യം. An orbital angular momentum of an electron in 2s orbital. മക്കളെ, ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം എങ്ങനെ നമ്മൾ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം കാണാം? ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം orbital angular momentum is equal to square root of L into n+1 into h/2 pi. ഓർമ്മയുണ്ടല്ലോ അല്ലെ? സ്ക്വയർ റൂട്ട് ഓഫ് L into L+1 into h/2 pi. എടാ 2s ഓർബിറ്റലിന്റെ L വാല്യൂ എത്രയാ? 0 ആണ്. അപ്പൊ ഇത് മൊത്തത്തിൽ 0 ആയിരിക്കൂലേ? 0 ആയിരിക്കും. ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ. കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ വിചാരിച്ച് ചോദ്യം എടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക എൽ വാല്യൂ 0 ആണ്. എസ് ഓപ്ഷൻ അല്ലേ, എൽ വാല്യൂ 0 ആണ്. സോ ദി ആൻസർ ഇസ് ആൾസോ 0. മക്കളെ 90. ഐ മീൻ ക്വസ്റ്റ്യൻ നമ്പർ 40. Given that the mass of electron, അപ്പൊ ഇലക്ട്രോണിന്റെ മാസ് തന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇസ് ആൾസോ ഗിവൺ. അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി തന്നിട്ടുണ്ട്. അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു h/4 h/4 വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാമെന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയാ? 5.25 into 10⁻⁻25. അപ്പോൾ ഓരോന്നിലും അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട, ഇത് ഓർത്ത് വെച്ചാൽ മതി. സോ മക്കളെ, ഡെൽറ്റ എക്സ് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആണ് വേണ്ടത്. സോ 5.25 into 10⁻⁻25 ഡിവൈഡഡ് ബൈ മാസ് എത്രയാ? 9.1 into 10⁻31 into മക്കളെ വെലോസിറ്റി ഡെൽറ്റ വി എത്രയാ? വെലോസിറ്റിയുടെ വാല്യൂവിനെ 2.2 into 10⁻6നെ, അതായത് വെലോസിറ്റിയെ അൺസർട്ടനിറ്റി കൊണ്ട്, അപ്പൊ 0.1% അല്ലേ, 0.1 into 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അൺസർട്ടനിറ്റി വെലോസിറ്റി കിട്ടും. ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും മാർക്ക് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. സിമ്പിൾ ചോദ്യമായിരുന്നു. കാൽക്കുലേഷൻ മാത്രമേ നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ. റെഡി അല്ലടാ മക്കളെ? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടുമായിരുന്നു? ആലോചിച്ച് നോക്കിയേ, നോക്കണേ. 5.25 into 10⁻25 നമ്മൾ എഴുതിയത് 35 ആണേ. 35 ആണ് കേട്ടോ, 25 അല്ല, 35 ആണേ. 10⁻35. ഓക്കെ, 10⁻35 ഡിവൈഡഡ് ബൈ മക്കളെ 9.1 into 2.2 into 10ന്റെ പവർ നോക്കണേ. 0.1 എന്ന് പറഞ്ഞാൽ 10⁻1, 100 എന്ന് പറഞ്ഞാൽ 10⁻2. ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ താഴെ ഒരു 10⁻1 ബാക്കി വരും. അത് മുകളിലേക്ക് വരും, 10⁻1 ബാക്കി വരും. 10⁻1 മുകളിലേക്ക് പോകുമ്പോൾ 10⁻1 ആകും. അപ്പോൾ ഇവിടെ 10⁻5 ആകും. 31ഉം 5ഉം 10ന്റെ പവർ മൊത്തത്തിൽ അങ്ങ് എടുക്കാം നമുക്ക്. 10ന്റെ പവറുകൾ മൊത്തത്തിൽ നിങ്ങൾ അങ്ങ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 10ന്റെ പവറുകൾ മൊത്തത്തിൽ നമ്മൾ എടുത്താൽ എത്ര വരുടെ മക്കളെ ബാക്കി? മക്കളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ 10ന്റെ പവർ എത്ര വരുന്നത് നിങ്ങൾ നോക്കിയേ. 10⁻31ഉം 10⁻35ഉം പോകുമ്പോൾ -4 ബാക്കി വരും, ശരിയല്ലേ? ഇനി ഇവിടെ ഈ ഒരു ഭാഗം നിങ്ങൾ എടുത്താൽ 10⁻1 ബാക്കി വരും. 6ഉം -1ഉം 5 ആകും. അപ്പൊ -4ഉം 5 മുകളിലേക്ക് പോകുമ്പോൾ മൈനസ് എന്തായിരിക്കും? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, നോക്കാം. നോക്കിയടാ മക്കളെ. 10⁻1 ബൈ 10⁻2 ക്യാൻസൽ ആകുന്നു. ക്യാൻസൽ ആകൂല. ഇത് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് 10⁻3 ആകും അല്ലെ? അപ്പൊ ഇവിടെ 10⁻35 ഉണ്ട്. ശ്രദ്ധിച്ചോട്ടാ, ഈ ക്യാൻസലേഷൻ ഞാൻ ഒഴിവാക്കുകയാണേ. നമുക്ക് ജസ്റ്റ് എഴുതി തന്നെ ചെയ്ത് നോക്കാം. ആ ക്യാൻസലേഷൻ ഞാൻ ഒഴിവാക്കി കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചോ. ഡിവൈഡഡ് ബൈ 10⁻31 ഇവിടെ ഉണ്ട്, 10⁻6 ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു 10⁻3 വരും. ഇനി ഒന്ന് ചെയ്ത് നിങ്ങൾ 5.25 ബൈ
9.1 into 2.2 20.2 എന്ന് കിട്ടും. 20.2 18 into 10 to the power. എന്തൊക്കെയാ ബാക്കിയുള്ളതാണ് മക്കളെ? ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾ. -31ഉം -35ഉം പോകുമ്പോൾ -4, -3ഉം -4ഉം പോകുമ്പോൾ -1 ബാക്കി വരുന്നു. ഈ 6 മുകളിൽ വയ്ക്കുമ്പോൾ 10⁻⁻6 ആകും. അപ്പോൾ 10⁻⁻7 ബാക്കി വരും. 10⁻⁻7 ബാക്കി വരും. അതായത് മക്കളെ 0.26 ഇൻറ്റു 10⁻⁻7, അതായത് 26 ഇൻറ്റു 10⁻⁻9 മീറ്റർ. 10⁻⁻9 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻9 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നാനോമീറ്റർ. 26 നാനോമീറ്റർ. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണെടാ മക്കളെ? അപ്പോൾ 26 നാനോമീറ്റർ. സി ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. ദ ഫേവറബിൾ കണ്ടീഷൻ ഫോർ എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകണമെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കണം. ഡെൽറ്റ ജി നെഗറ്റീവ് ആകണമെങ്കിൽ നോക്കി, ഡെൽറ്റ ജി നെഗറ്റീവ് ആകണമെങ്കിൽ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആകാം. ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആകുമ്പോൾ ടി ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ എച്ച് ആയാൽ മതി. കറക്റ്റാ? ഡെൽറ്റ എസും പോസിറ്റീവ് ആയാം. ഓക്കെ ഓക്കെ, ഇത് കറക്റ്റാ, ഇത് കറക്റ്റാ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് മക്കളെ, അത് കറക്റ്റാ. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. 1 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തത്. എ ഗ്യാസ് ക്യാൻ എക്സ്പാൻഡ് ഫ്രം 100 milliliter to 250 milliliter under a constant pressure of 2 atm. The work done by the gases. Work done ആണല്ലേ? ആണ്. Work done. മക്കളെ, ഇനീഷ്യൽ വോളിയവും ഫൈനൽ വോളിയവും ഉണ്ട്, എക്സ്റ്റേണൽ പ്രഷർ ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാകും എന്താ നമ്മൾ ചെയ്യുക. -P external into delta V ആണ്. That is -P external is 2 atm into delta V. മക്കളെ, ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം. ശരിയല്ലേ? ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം. ഓക്കെ, അതൊരു പ്രശ്നമുണ്ടല്ലേ. കാരണം വോളിയം തന്നിരിക്കുന്നത് മില്ലി ലിറ്ററിലാണ്. അപ്പൊ നിങ്ങൾ ആ വാല്യൂവിനെ ലിറ്ററിലേക്ക് മാറ്റിയിട്ടേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുള്ളൂ. അപ്പൊ നമുക്ക് ഫൈനൽ വർക്ക് ഡൺ ലിറ്റർ അറ്റ്മോസ്ഫിയറിൽ കിട്ടും. ലിറ്റർ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ജൂളിലേക്ക് മാറ്റാൻ എളുപ്പമാണല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ മില്ലി ലിറ്ററിലുള്ള ഈ വാല്യൂവിനെ, വോളിയം വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം? ലിറ്ററിലേക്ക് മാറ്റണം കേട്ടോ. അപ്പൊ 2 atmosphere ഇൻറ്റു മക്കളെ 250 ഇൻറ്റു മില്ലി ലിറ്ററിലെ വാല്യൂവിനെ ലിറ്ററിലേക്ക് മാറ്റുന്നത് 10⁻⁻3. റെഡി ആണല്ലോ? -100 ഇൻറ്റു 10⁻⁻3. ദാറ്റ് ഈസ് ഈക്വൽ ടു -2 atmosphere ഇൻറ്റു മക്കളെ 150 ഇൻറ്റു 10⁻⁻3 ലിറ്റർ. അതായത് -300 ഇൻറ്റു 10⁻⁻3 ലിറ്റർ അറ്റ്മോസ്ഫിയർ. അതായത് മക്കളെ -0.3 ലിറ്റർ അറ്റ്മോസ്ഫിയർ. ലിറ്റർ അറ്റ്മോസ്ഫിയറിലെ വാല്യൂവിനെ ജൂളിലേക്ക് മാറ്റാൻ 101.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ -0.3യെ 101.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുക? മക്കളെ 30.39 ജൂൾസ് എന്ന ആൻസർ കിട്ടും. 30.39 ജൂൾ. ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1. See the next. The value of delta H and delta S for a reaction carbon graphite plus carbon dioxide gives 2 moles of carbon monoxide are 170 kilojoule and 170 joule. യൂണിറ്റിലുള്ള മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരാളുടെ വാല്യൂ കിലോ ജൂളിലും ഒരാളുടെ വാല്യൂ ജൂളിലുമാണ്. പ്രശ്നമാണ്. ഇനിയോ the reaction will be spontaneous at. റിയാക്ഷൻ ഏത് ടെമ്പറേച്ചറാണ് സ്പോണ്ടേനിയസ് ആകാം? അപ്പൊ മക്കളെ ചോദ്യം ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനാണ്. ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ് ആണല്ലോ. ഡെൽറ്റ എച്ച് 170 കിലോ ജൂൾ ആണ്. ഡെൽറ്റ എസ് ജൂളിലായതുകൊണ്ട് നമ്മൾ അതിനെ ജൂളിലേക്ക് മാറ്റാൻ ഇൻറ്റു 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഡിവൈഡഡ് ബൈ 170. 170 ബൈ 170 എത്രയാണ്? 1 ആണല്ലോ. അപ്പൊ ഇൻറ്റു 10⁻³ എന്ന് പറഞ്ഞാൽ 10⁻³ കെൽവിൻ എന്ന് പറഞ്ഞാൽ 1000 കെൽവിൻ. അപ്പൊ 1000 കെൽവിന് മുകളിൽ നിങ്ങളുടെ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകും. ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ. സോ മിനിമം 1000 കെൽവിൻ ഉണ്ടെങ്കിൽ അത് സ്പോണ്ടേനിയസ് ആവുള്ളൂ. 1000 കെൽവിനിൽ ഇക്വിലിബ്രിയത്തിലാണ്, അതിന് മുകളിലാണ് സ്പോണ്ടേനിയസ് ഉണ്ടാവുക.
റെഡി? ക്ലിയർ? ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്തതാണ്, നിങ്ങൾക്കറിയാം. അടുത്തത്, ദ ഫോളോയിങ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്സ് ആർ ഗിവൺ. മക്കളെ 3 റിയാക്ഷനുകളുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുകൾ ഉണ്ട്. ഇനി ചോദ്യം, ഈ 3 റിയാക്ഷനുകളെ നിന്ന് ഈ 4മതൊരു റിയാക്ഷൻ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഇവന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്തായിരിക്കും? അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവൻ ഇക്വേഷൻ 1 ആയിട്ടും ഇവൻ ഇക്വേഷൻ 2 ആയിട്ടും ഇവൻ ഇക്വേഷൻ 3 ആയിട്ടും ഇവൻ ഇക്വേഷൻ 4 ആയിട്ടും എടുക്കാം. ഇക്വേഷൻ 4 കിട്ടാൻ 1നെയും 2നെയും 3നെയും എന്തൊക്കെ ചെയ്യണം? അത്രേ ഉള്ളൂ. നല്ലോണം ആലോചിക്കൂ. 4 കിട്ടണം. അപ്പൊ 4ൽ നിങ്ങൾ നോക്കണേ, 4ൽ മക്കൾ നോക്കിയടാ, NO റൈറ്റ് സൈഡിലാണ്, 2NO റൈറ്റ് സൈഡിലാണ്. ഇക്വേഷൻ നമ്പർ 2ൽ 2NO റൈറ്റ് സൈഡിലുണ്ട്. അപ്പൊ ഇക്വേഷൻ നമ്പർ 2 റെഡി. ഇനിയോ H2O റൈറ്റ് സൈഡിലാണ്. ഇക്വേഷൻ നമ്പർ 3ലും H2O റൈറ്റ് സൈഡിലാണ്. അപ്പൊ ഇക്വേഷൻ നമ്പർ 2വിനോട് 3 നമ്മൾ ആഡ് ചെയ്താൽ മതി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇക്വേഷൻ നമ്പർ 4 കിട്ടാൻ ഇക്വേഷൻ നമ്പർ 2വിനോട് ഇക്വേഷൻ നമ്പർ 3 ആഡ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം നമുക്ക് വേണ്ടത് 3 മോൾ H2O ആണ്. ഇവിടെ 1 മോളേ ഉള്ളൂ. അപ്പൊ ഇത് 3 ആകാൻ 3യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇക്വേഷൻ നമ്പർ 3യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ. ഇനി മക്കളെ റിയാക്ടൻ സൈഡിൽ അമോണിയയാണ്. അമോണിയ ഇക്വേഷൻ നമ്പർ 1ലാണ് ഉള്ളത്. അതും പ്രൊഡക്റ്റ് സൈഡിലാണ്. നമുക്ക് വേണ്ടത് റിയാക്ടൻ സൈഡിലാണ്. അതായത് പ്രൊഡക്റ്റ് സൈഡിലുള്ള ഒരാളെ റിയാക്ടൻ സൈഡിലേക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അയാളെ സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ 1 സബ്ട്രാക്ട് ചെയ്യണം. 1 ചുമ്മാതങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതിയോ? പോരാ. കാരണം മതി. കാരണം 2NH3 നമുക്ക് വേണ്ടത് 2NH3. കറക്റ്റാ. സോ മക്കളെ നന്നായിട്ട് ആലോചിച്ച് നോക്കിയേ, എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? 4 കിട്ടാൻ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് 4 കിട്ടാൻ ഇക്വേഷനുകളെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻറ്റു മൂന്നാമത്തെ ഇക്വേഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ പവർ 3 ടൈംസ്. റെഡി? ഇനി മക്കളെ സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒരു ഇക്വേഷനെ സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ K2 ഇൻറ്റു K3 റേസ് ടു 3/K1. ആൻസർ ഉണ്ടോ? ഉണ്ട് സാർ. ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ. നിങ്ങൾക്ക് ഈ ചോദ്യം അറിയില്ല എങ്കിൽ, ഡിഫിക്കൽട്ടായി തോന്നുകയാണെങ്കിൽ ഇതിൽ 5 ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യാമായിരുന്നു. അപ്പൊ നിങ്ങൾ 5 ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഏതൊക്കെ ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം എന്നതിനേക്കാൾ കൂടുതൽ ഏതൊക്കെ ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യണം എന്നുള്ള കാര്യത്തിലാണ് നിങ്ങൾ കൂടുതൽ കെയർഫുൾ ആകേണ്ടത്. മക്കളെ 95. The solubility product of barium sulfate is 1.5 into 10⁻⁻⁹. അപ്പൊ KSP ആണ് തന്നിരിക്കുന്നത്. സൊല്യൂബിലിറ്റി എത്രയാ, എസ് എത്രയാന്നാണ് ചോദ്യം. ബേരിയം സൾഫേറ്റ് അല്ലടാ മക്കളെ. അതെ, ബേരിയം സൾഫേറ്റ് ഒരു സ്പെയറിംഗ്ലി സൊല്യൂബിൾ സാൾട്ട് ആണെന്നും അവൻ ഡിസോൾവ് ചെയ്താൽ ബേരിയം 2+ ആയിട്ടും SO4 ആയിട്ടും മാറുമെന്നും, ബേരിയം സൾഫേറ്റിന്റെ സൊല്യൂബിലിറ്റി എസ് ആണെങ്കിൽ ബേരിയം 2+ന്റെ മോളാർ കോൺസെൻട്രേഷനും SO4 മോളാർ കോൺസെൻട്രേഷനും എസ് തന്നെ ആയിരിക്കുന്നു നിങ്ങൾക്കറിയാം. സോ KSP is equal to മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബേരിയം 2+ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് SO4 അപ്പൊ KSP equal to S square ആണ്. Therefore solubility S is equal to square root of KSP. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് KSP എത്രയാ? 1.5 into 10⁻⁻⁹. അതായത് മക്കളെ 15 into 10⁻⁻10. 15ന്റെ സ്ക്വയർ റൂട്ട് 16ന്റെ സ്ക്വയർ റൂട്ട് 4 അല്ലേ? അതെ. അപ്പൊ 15ന്റെ സ്ക്വയർ റൂട്ട് 4നേക്കാൾ കുറച്ച് താഴെ, അപ്രോക്സിമേറ്റ്ലി 3.9. 10⁻⁻10ന്റെ സ്ക്വയർ റൂട്ട് 10⁻⁻5. അപ്പൊ 3.9 into 10⁻⁻5. ഓപ്ഷൻ 4 is the right answer. Option 4. Ready ആണ്? Clear ആണ് കേട്ടോ മക്കളെ? See the next question. The dissociation constant Ka of acetic acid is 1.74. അപ്പൊ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. pH എത്രയാണെന്നാണ് ചോദ്യം. pH എത്രയാണ്? 0.1 മോളാർ അസറ്റിക് ആസിഡിന്റെ. നല്ലോണം ആലോചിച്ച് നോക്കാം എന്തായിരിക്കും pH. മക്കളെ pH എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? pH എന്ന് പറയുന്നത് നെഗറ്റീവ് ലോഗരിതം ഓഫ്
മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ആണ് അല്ലേ? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ആണ് ആണല്ലോ. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് Ka ഇൻറ്റു സി ആണ് അല്ലേ? അതെ, സ്ക്വയർ റൂട്ട് ഓഫ് Ka എത്രയാ? ഇപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 1.74 ഇൻറ്റു 10 raised to -5. ഓക്കെ, ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് അസറ്റിക് ആസിഡ് എത്രയാ? സി 0.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 raised to -1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്, ആലോചിച്ച് നോക്കൂ മക്കളെ, 1.74 ഇൻറ്റു 10 raised to -6. 10 raised to -6. അപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് നമുക്ക് കിട്ടി. ദിസ് ഈസ് ഈക്വൽ ടു 1.74 ഇൻറ്റു 10 raised to -6 ഹോൾ റേസ് ടു 1/2. കാരണം സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ പവർ ഹാഫ് എന്നാണ്. ഓക്കെ, ഇനി നിങ്ങൾ പി എച്ച് ഒന്ന് കണ്ടുപിടിച്ചേടാ. പി എച്ച് ഇസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണേ, പി എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ലോഗ് എത്രയാ? 1.74 ഇൻറ്റു 10 raised to -6 raised to half. മക്കളെ, that is equal to minus of half into log of 1.74. റെഡി അല്ലേ? പ്ലസ് ലോഗ് 10 raised to -6 അല്ലേ വരിക? ലോഗ് 10 raised to -6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -6 എന്നല്ലേ വരിക? ലോഗ് 10 raised to -6 എന്ന് പറഞ്ഞാൽ -6 log 10. log 10 1 ആയതുകൊണ്ട് ഇറ്റ് ഇസ് -6 ഓൺലി. ക്ലിയർ ആണല്ലോ അല്ലെ? രണ്ട് ബ്രാക്കറ്റ് ഉണ്ട്, ഒരു വലിയ ബ്രാക്കറ്റും ഒരു ചെറിയ ബ്രാക്കറ്റും. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ്, നോക്കി, ഹാഫ് ഇൻറ്റു ലോഗ് 1.74 എത്രയാ? ലോഗ് 1.74 എത്രയാന്ന് ആക്ച്വലി ചോദ്യത്തിൽ തരണം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അറിയണം. അപ്പൊ ഈ ചോദ്യം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാമായിരുന്ന ഒരു ചോദ്യമാണ്. കാരണം ഈ ചോദ്യം സ്കിപ്പ് ചെയ്താലും നിങ്ങൾക്ക് ബാക്കിയുള്ള 10 ചോദ്യങ്ങൾ ആൻസർ ചെയ്താലും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യം കൊടുക്കണ്ട. മക്കളെ, ലോഗ് 1.74 എന്ന് പറയുന്നത് 0.24 ആണ്. ഓക്കെ, -6, 0.24 -6, and that is equal to minus of half into 0.24 -6 എത്രയാ? മൈനസ്, മക്കളെ, 6 നിന്ന് 0.24 പോയാൽ 6 നിന്ന് 0.24 പോയി കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് കിട്ടുക 5.76. ശരിയല്ലേ? യെസ്, അതായത് 5.76/2. കാരണം ഈ നെഗറ്റീവും പോസിറ്റീവ് ആകും. സോ ദിസ് ഈസ് ഈക്വൽ ടു 2.88 എന്ന ആൻസർ കിട്ടും. 2.88. ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ മക്കളെ, സെറ്റ്, ക്ലിയർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ബഫർ? ഒരു ബഫർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഈ കൂട്ടത്തിൽ ആരാ? ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു വീക്ക് ആസിഡും അവന്റെ സ്ട്രോങ് ബേസുമായി ചേർന്നുള്ള സാൾട്ട്, അല്ലെങ്കിൽ ഒരു വീക്ക് ബേസും അവന്റെ സ്ട്രോങ് ആസിഡുമായി ചേർന്നുള്ള സാൾട്ട്. HNO3 ഒരു സ്ട്രോങ് ആസിഡ് ആണ്, HCl ഒരു സ്ട്രോങ് ആസിഡ് ആണ്, NaOH ഒരു സ്ട്രോങ് ബേസ് ആണ്. അപ്പൊ ഇവര് നോർമലി എന്ത് ചെയ്യില്ല? ബഫർ ക്രിയേറ്റ് ചെയ്യില്ല. പക്ഷേ HNO2 എന്ന് പറയുന്നത് ഒരു വീക്ക് ആസിഡ് ആണ്. സോ ഇതൊരു ആസിഡിക് ബഫർ ആണ്, എ വീക്ക് ആസിഡ് and it's salt with a strong base. So option 3 is the right answer. Option 3 is the right answer. Option 3. മക്കളെ, അടുത്ത ചോദ്യം നോക്കൂ. സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ്, അതായത് KSP ഓഫ് 3 സാൾട്ടുകൾ MX, MX2, M3X അറ്റ് ടെമ്പറേച്ചർ T1R എന്ന് പറഞ്ഞ 3 പേരുടെയും KSP ഉണ്ട്. ആ 3 പേരുടെയും അതേ ടെമ്പറേച്ചറിലെ സൊല്യൂബിലിറ്റിയുടെ ഓർഡർ എന്താണെന്നാണ് ചോദ്യം. അപ്പൊ KSP തന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സൊല്യൂബിലിറ്റി ഓർഡർ ആണ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാവോ? നമ്മൾ ഈ 3 സാൾട്ടുകളുടെയും സൊല്യൂബിലിറ്റി കാണണം. ഇപ്പൊ നമുക്കറിയാം, നോക്കൂ, AXBY എന്ന് പറയുന്ന ഒരു സാൾട്ടിന്റെ KSP എന്ന് പറയുന്നത് എത്രയായിരിക്കും? X raised to X into
y റേസ് ടു y ഇൻറ്റു എസ് റേസ് ടു എക്സ് പ്ലസ് വൈ ആയിരിക്കും അല്ലേ. എക്സ് എന്ന് പറയുന്നത് എയുടെ നമ്പറും y എന്ന് പറയുന്നത് ബിയുടെ നമ്പറും. ഇങ്ങനെ ഓർത്ത് വെക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആദ്യത്തെ സോൾട്ട് എടുത്തേടാ, എം എക്സ്. എക്സ് എത്രയാ 1, y എത്രയാ 1. അപ്പോൾ മക്കളെ കെ എസ് പി ഇസ് ഈക്വൽ ടു, നോക്കൂ, എക്സ് റേസ് ടു എക്സ് 1 റേസ് ടു 1 ഇൻറ്റു 1 റേസ് ടു 1 ഇൻറ്റു മക്കളെ എസ് റേസ് ടു 1 പ്ലസ് 1. അതായത് കെ എസ് പി ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ. അപ്പൊ എസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ എസ് പി. മക്കളെ റൂട്ട് ഓഫ് കെ എസ് പി എത്രയാ 4 ഇൻറ്റു 10 റേസ് ടു -8. ഓക്കെ ആണേ. കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആ വാല്യൂ അങ്ങനെ വെച്ചാൽ മതി. നമുക്ക് ബാക്കി നോക്കാം. മക്കൾ അടുത്തത് ആരാടാ, എം എക്സ് 2 ആണേ. സോ കെ എസ് പി ഇസ് ഈക്വൽ ടു എക്സ്. എക്സ് എത്രയാ 1, y എത്രയാ 2 അല്ലേ. 1 and 2. വൺ ആൻഡ് ടു അല്ലേ. അതെ, എക്സ് ഇസ് 1, y ഇസ് 2. റെഡി ആണല്ലോ. അപ്പൊ എക്സ് റേസ് ടു എക്സ് 1 റേസ് ടു 1 ഇൻറ്റു y റേസ് ടു y 2 റേസ് ടു 2 ഇൻറ്റു എസ് റേസ് ടു എക്സ് പ്ലസ് വൈ. അതായത് മക്കളെ 4s ക്യൂബ്. കെ എസ് പി ഈക്വൽ ടു 4s ക്യൂബ് ആണെങ്കിൽ എസ് എത്രയാടാ, ക്യൂബ് റൂട്ട് ഓഫ് കെ എസ് പി ബൈ 4 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് കെ എസ് പി എത്രയാ 3.2 ഇൻറ്റു 10 റേസ് ടു -14 ബൈ 4. കാൽക്കുലേറ്റ് ചെയ്യണ്ട, ഇത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാം. മക്കൾ അടുത്തത് ആരാടാ, അടുത്ത M3x. M3xന്റെ എക്സിന്റെ വാല്യൂ നമ്മളിപ്പോ ഈ പറഞ്ഞതിൽ എക്സിന്റെ വാല്യൂ 3ഉം വൈയുടെ വാല്യൂ 1ഉം ആണ്. അപ്പൊ മക്കൾ നിങ്ങൾ നോക്കിയേ, കെ എസ് പി ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് അല്ലേ. അപ്പൊ 3 റേസ് ടു 3 ഇൻറ്റു y റേസ് ടു y 1 റേസ് ടു 1 ഇൻറ്റു എസ് റേസ് ടു എക്സ് പ്ലസ് വൈ. സോ ദിസ് ഈസ് ഈക്വൽ ടു മക്കളെ 27s റേസ് ടു 4. Therefore solubility S is equal to 4th root of KSP by 27. അതായത് 4th root of KSP എത്രയാ 2.7 into 10 raised to -15 by 27. മക്കളെ കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ ഈ സ്ക്വയർ റൂട്ടിനുള്ളിൽ കിടത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഇവർക്ക് കിട്ടാൻ പോകുന്ന വാല്യൂസ് കമ്പയർ ചെയ്താൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുക? ഇതല്ലേടാ മക്കളെ ഏറ്റവും ഹയസ്റ്റ്. അതെ അതെ അതെ, കാരണം ഇത് 4 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 4 ഇൻറ്റു 10 റേസ് ടു -8 ആ. അതിനേക്കാൾ കുറവായിരിക്കൂലേടാ മക്കളെ, അതിനേക്കാൾ കുറവായിരിക്കൂലേ ഇത്? അതെ, അതിനേക്കാൾ കുറവല്ലേ ഇത് വരിക? ആണ്. കാൽക്കുലേറ്റ് ചെയ്യണോ? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാലോ. മക്കളെ നോക്കിയേ, ദിസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4 ഇറ്റ്സ് 2 ഇൻറ്റു 10 റേസ് ടു -8ന്റെ സ്ക്വയർ റൂട്ട് 10 റേസ് ടു -4 2 ഇൻറ്റു 10 റേസ് ടു -4. ഇനി നമുക്ക് ഇവിടേക്ക് ഒന്ന് വന്നേ, ഇതിലേക്ക് ഒന്ന് വന്നേ. ദിസ് ഇസ് ഈക്വൽ ടു മക്കളെ ക്യൂബ് റൂട്ട് ഓഫ് 3.2/4 അല്ലേ വരുന്നേ. 3.2/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരുടാ? ഒരു കാര്യം ചെയ്യും, ക്യൂബ് റൂട്ട് അല്ലേ. ക്യൂബ് റൂട്ട് ആയതുകൊണ്ട് തന്നെ ക്യൂബ് റൂട്ട് ഓഫ് 3.2നെ 32 നോക്ക് ബൈ 4 ഇൻറ്റു 10 റേസ് ടു -14 -15 ആവും. സോ മക്കളെ 32/4 8 അല്ലേ. 8ന്റെ ക്യൂബ് റൂട്ട് എത്രയാ 2. സോ 2 ഇൻറ്റു 10 റേസ് ടു -15ന്റെ ക്യൂബ് റൂട്ട് എത്രയാ 10 റേസ് ടു -5. 2 ഇൻറ്റു 10 റേസ് ടു -5. റെഡിയാണേ? ക്ലിയർ ആണ് എടാ മക്കളെ. അടുത്തത് മക്കളെ ദിസ് ഈസ് ഈക്വൽ ടു ഓക്കെ ക്യൂബ് റൂട്ട് ഓഫ്, നല്ലോണം ആലോചിക്കണേ, 2.7ഉം 27ഉം ക്യാൻസൽ ആകുമ്പോൾ താഴെ 10 വരും. അതായത് താഴെ 10, അത് മുകളിലേക്ക് പോകുമ്പോൾ 4th റൂട്ട് ഓഫ് 10 റേസ് ടു -16 വരും. ശരിയല്ലേ? 4th റൂട്ട് ഓഫ് 10 റേസ് ടു -16 എന്ന് പറഞ്ഞാൽ 10 റേസ് ടു -4. 1 ഇൻറ്റു 10 റേസ് ടു -4. മക്കളെ നോക്കിയടാ, ഏറ്റവും കൂടുതൽ ഏതാ? 2 ഇൻറ്റു 10 റേസ് ടു -4. രണ്ടാം സ്ഥാനം 1 ഇൻറ്റു 10 റേസ് ടു -4. മൂന്നാം സ്ഥാനത്തെ ഇത് വരുള്ളൂ. അപ്പൊ ആൻസർ വരിക ഓപ്ഷൻ 4 അല്ലെ. ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. solubility of mx greater than solubility of m3x greater than solubility of m2x. കാരണം ഇത് 10 റേസ് ടു -4, ഇത് 10 റേസ് ടു -5 ആ. ഏതാ ഗ്രേറ്റർ? 10 റേസ് ടു -4 ആണ് 10 റേസ് ടു -5നേക്കാൾ ഗ്രേറ്റർ വരിക. മക്കൾ അടുത്ത ചോദ്യം നോക്കാം. 1 mole of magnesium in vapor state
അബ്സോർബ്ഡ് 1200 കിലോ ജൂൾ ഓഫ് എനർജി. 1 മോൾ മെഗ്നീഷ്യം 1200 കിലോ ജൂൾ എനർജി അബ്സോർബ് ചെയ്തു. അതിലെ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി 750 രണ്ടാമത്തെ അയണൈസേഷൻ എന്താൽപ്പി 1450 ആണെങ്കിൽ ദ ഫൈനൽ കോമ്പോസിഷൻ ഓഫ് ദ മിക്സ്ചർ ഇസ്, അതായത് ഇതൊക്കെ എനർജി വലിച്ചെടുക്കുന്നത് മെഗ്നീഷ്യത്തെ അയണൈസ് ചെയ്യാനാണല്ലോ. അപ്പൊ എത്ര പെർസെന്റേജ് മെഗ്നീഷ്യം പ്ലസ് ആയിട്ടുണ്ടാകും, എത്ര പെർസെന്റേജ് മെഗ്നീഷ്യം, അതായത് മെഗ്നീഷ്യം പ്ലസിൽ നിന്ന് എത്ര പേർ മെഗ്നീഷ്യം 2+ ആയി മാറുന്നതാണ് ചോദ്യം. ഈ കൺവേർഷന് എത്ര വേണം? 750. ഈ കൺവേർഷന് 1250 കിലോ ജൂൾ വേണം ഫോർ 1 മോൾ. ഇനി എന്റെ മക്കൾ നോക്കണേ, മക്കൾ നല്ലോണം ആലോചിച്ച് നോക്കണം മക്കളെ, നല്ലോണം ആലോചിച്ച് നോക്കണേ. ഇത് കഴിഞ്ഞാൽ, ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ എത്ര എനർജിയാ ലെഫ്റ്റ്? എനർജി ലെഫ്റ്റ്. ബാക്കിയുള്ള എനർജി എത്രയാ? നിങ്ങൾ കൊടുത്തത് 1200 ആയിരുന്നില്ലേ? 1200 നിന്ന് 750 പോയല്ലോടാ മക്കളെ. ബാക്കി എത്ര ബാക്കിയുണ്ടടാ മക്കളെ? എത്ര ബാക്കിയുണ്ട്? 750 പോയാൽ 450 കിലോ ജൂൾ ആണ് ഈ ബാക്കിയുള്ള എനർജി. 450 റെഡിയാണല്ലോ. 450 ആണ് ബാക്കി. അപ്പൊ നിങ്ങൾ നോക്കണേ, എടാ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു മോൾ മെഗ്നീഷ്യത്തിന് 1450 കിലോ ജൂൾ എനർജി വേണം, ശരിയല്ലേ? അപ്പൊ 450 കിലോ ജൂൾ കൊണ്ട് എത്ര മോൾ മെഗ്നീഷ്യത്തെ മെഗ്നീഷ്യം 2+ ആക്കാം? 450/1450. ക്ലിയർ അല്ലേ? ആണ്. 450/1450 എന്ന് പറഞ്ഞാൽ 0.31 മോൾ. 0.31 മോൾ ശരിയാണേ. അതായത് പെർസെന്റേജിൽ എടുക്കുമ്പോൾ 31% മെഗ്നീഷ്യം 2+ ആയി മാറും. ക്ലിയർ? കാരണം ഒരു മോളിന് 1450 കിലോ ജൂൾ വേണം. നമ്മളെ ആകെ ബാക്കി 450 കിലോ ജൂളേ ഉള്ളൂ. 1450 ഒരു മോളിനാണെങ്കിൽ 450 കൊണ്ട് എത്ര കൺവേർട്ട് ചെയ്യും? എത്ര മെഗ്നീഷ്യം 2+ ആയി മാറും? 450 കൊണ്ട് 0.3 മോൾ അല്ലെ 0.31 മോൾ മെഗ്നീഷ്യം 2+ ആയി മാറും. അതായത് ആകെ ഉള്ളതിന്റെ 31%. അപ്പൊ മക്കളെ എത്ര മോൾ മെഗ്നീഷ്യം പ്ലസ് ഉണ്ടാകും? പെർസെന്റേജ് ഓഫ് മെഗ്നീഷ്യം 2+ ഇപ്പൊ എത്രയാണ് നമുക്ക് കിട്ടിയല്ലോടാ? എത്രയാ? 31%. അപ്പൊ പെർസെന്റേജ് ഓഫ് മെഗ്നീഷ്യം പ്ലസ് എത്രയുണ്ടാവുക? 100ൽ നിന്ന് 31 പോയാൽ ബാക്കി 69% മെഗ്നീഷ്യം പ്ലസ് ആയിരിക്കും. അപ്പൊ 69 31. ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. മക്കളെ അവസാന ചോദ്യം. An element X belongs to 4th period. 4ാമത്തെ പീരീഡിൽ എലമെന്റ് ആണ്, 15ാമത്തെ ഗ്രൂപ്പിൽ എലമെന്റ് ആണ്. Which one of the following is true regarding the outer electronic configuration of the element? വളരെ സിമ്പിൾ. കാരണം 4ാമത്തെ പീരീഡ് ആണെങ്കിൽ മക്കളെ 4ാമത്തെ ഷെല്ലായിരിക്കും ഔട്ടർ ഷെല്ല്. 15ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ P3യിലാണ് അവസാനിക്കുക. അപ്പൊ 4s2 4p3യിലായിരിക്കും അവസാനിക്കുക. പാർഷ്യലി ഫിൽഡ് d ഓർബിറ്റൽ തെറ്റ്, ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് s ഓർബിറ്റൽ തെറ്റ്. കംപ്ലീറ്റ്ലി ഫിൽഡ് s ഓർബിറ്റൽ ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് p ഓർബിറ്റൽ തെറ്റ്. കംപ്ലീറ്റ്ലി ഫിൽഡ് s ഓർബിറ്റൽ ശരി. പാർഷ്യലി ഫിൽഡ് ഓർ ഹാഫ് ഫിൽഡ് p ഓർബിറ്റൽ ശരി. ഹാഫ് ഫിൽഡ് d ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് s തെറ്റ്. ഓപ്ഷൻ 3 ഈസ് റൈറ്റ് ആൻസർ. സിമ്പിൾ, വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ മക്കളെ ഇത്രയായിരുന്നു നമ്മുടെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. എല്ലാവരും അടിപൊളിയായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ടാവും അറിയാം. വിചാരിച്ച ഒരു സ്കോറിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും സങ്കടപ്പെടരുത്. പിഴവുകൾ എവിടെയാണ് വരുത്തിയിട്ടുള്ളത് നോക്കുക, അനലൈസ് ചെയ്യുക, പോരായ്മകൾ കണ്ടെത്തുക, മറികടക്കുക, പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോവുക, അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് ഇനിയും സമയം നമ്മുടെ മുന്നിലുണ്ട്, തോറ്റു പിന്മാറാനുള്ള സമയമായിട്ടില്ല. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് മക്കളെ, വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.